കരങ്ങളിൽ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദ കംപ്ലീറ്റ് മാൻ, നിറവിന്റെ പുരുഷൻ എന്ന വിഷയത്തെ നമ്മൾ കേട്ടു. കടന്നു വന്നാട്ടെ കൊലോസ് ലേഖനം 1-ാം അധ്യായം ഇരിക്കുന്നതിന് മുൻപ് കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. കൊലോഷ്യൻ ചാപ്റ്റർ 1 വേഴ്സ് 28. കൊലോസ് ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏത് മനുഷ്യനെ അപ്പോസ്തലൻ പറയുകയാണ് പ്രബോധിപ്പിക്കുന്നു, അവനെ ഉപദേശിക്കുന്നു, അവനെ കൗൺസിൽ ചെയ്യുന്നു അഥവാ അവനെ ഉപദേശിക്കുന്നു, അവനെ എക്സോർട്ട് ചെയ്യുന്നു അഥവാ അവനെ പ്രബോധിപ്പിക്കുന്നു. ഏത് മനുഷ്യനെ പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ കിട്ടിയാലും അപ്പോസ്തലൻ വെറുതെ വിടത്തില്ല. ആരെ കയ്യിൽ കിട്ടിയാലും സ്തോത്രം, ചിലപ്പോൾ പ്രബോധിപ്പിക്കും, ചിലപ്പോൾ ഉപദേശിപ്പിക്കും. എന്താ തൻ്റെ ഹൃദയത്തിലെ ചിത്രം? എന്താ പൗലോസേ നിന്റെ നാവ് വെറുതെ ഇരിക്കാത്തെ? ആരെ കണ്ടാലും നീ സംസാരിക്കുക, ആരെ കണ്ടാലും നീ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. എന്താ കാര്യം? അതാണ് നാം ചിന്തിപ്പാൻ വേണ്ടി പോകുന്നത്. ടു മേക്ക് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ദ കംപ്ലീറ്റ് മാൻ. ഇന്ന് പകൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ദ പെർഫെക്റ്റ് മാൻ. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടത്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞേ, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. പിതാവേ, ഇത് അങ്ങയുടെ നേരം, അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കും. വചനത്തിന് വാതിൽ തുറക്കും, ഞങ്ങളെ ആശ്വസിപ്പിക്കും, പണിയും, ബലപ്പെടുത്തും. അങ്ങേപ്പോലെ ഞങ്ങളെ ആക്കി തീർക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. കുശവന് കുറച്ച് മണ്ണിനെ കണ്ടാൽ പാത്രമുണ്ടാക്കണമെന്ന് തോന്നും. ആ ശരിക്ക് കുറച്ച് തടി കണ്ടാൽ അതിനെ ഫർണിച്ചർ ആക്കണമെന്ന് തോന്നും. അധ്യാപകർക്ക് കുറച്ച് കുട്ടികളെ കണ്ടാൽ അവരെ പഠിപ്പിച്ച് വലിയവരാക്കണമെന്ന് തോന്നും. ദൈവത്തിന് ഇന്ന് പകൽ നിന്നെ കണ്ടാൽ ദൈവത്തെ പോലെ നിന്നെ പൂർണ്ണനാക്കണമെന്ന് ദൈവത്തിന് തോന്നും. കാരണം ദൈവം അവൻ അപൂർണനല്ല, ദൈവം സമ്പൂർണനത്രേ. പാട്ടായി, ആരാധനയായി, പ്രാർത്ഥനയായി, പ്രസംഗമായി, പ്രവചനമായി ഒക്കെ ദൈവാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചലിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഒരാൾ സ്തോത്രം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് പോലെ ഇടയ്ക്ക് ഒത്തിരി സ്റ്റേഷൻസ് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ ദൈവകൃപയാൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഞായറാഴ്ച ക്രിസ്ത്യാനിയാണോ? അല്ല. ജസ്റ്റ് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികനാണോ? പ്രവചിക്കുന്ന ഒരു സഹോദരിയാണോ? ദർശനം കാണുന്ന ഒരു ദൈവദാസനാണോ? അല്ല. അതിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ ഈ ദൂതനൊരു തലക്കെട്ട് കൊടുക്കാം. ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്തോത്രം, അതെ, കർത്താവിൽ തികഞ്ഞവരായി നിൽക്കുക. സാധാരണ സ്തോത്രം TPM സഭയിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതായ ഒരു ശബ്ദമാണ് പൂർണ്ണപ്പെടുക അല്ലെങ്കിൽ തികഞ്ഞവൻ ആകുക എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾ പൂർണ്ണപ്പെടുക എന്ന് പറയുന്നത്. പൂർണ്ണപ്പെടുക. ആരെപ്പോലെ പൂർണ്ണപ്പെടുക? കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സ്തോത്രം, അതേ, പരസ്യ ശുശ്രൂഷ വേളയിൽ ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം 48-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണർ ആകുവൻ. എത്ര പേർ ആ വാക്യം വായിച്ചിട്ടുണ്ട്? സ്വർഗസ്ഥനായ പിതാവ്, ആസ് യുവർ ഹെവൻലി ഫാദർ ബി പെർഫെക്റ്റ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും
സൽഗുണ പൂർണ്ണർ ആയിത്തീരുവൻ. സ്തോത്രം. അത് തെങ്കാശിയിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു കുടുംബത്തെ ഒരിക്കൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അനേകർക്ക് അവർ ആശ്വാസമാണ്, നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അവർ അനുഗ്രഹമാണ്. പക്ഷേ പുറമേ അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമ്പോൾ, പുറമേ അവർ മറ്റുള്ളവർക്ക് ആശ്വാസമായി നിൽക്കുമ്പോൾ, അംഗവൈകല്യമുള്ള അവരുടെ ഒരു കുട്ടി വീട്ടിൽ കിടക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞ് അംഗവൈകല്യം ബാധിച്ച്, സ്തോത്രം, സംസാരമില്ല, സ്തോത്രം, നേരെ ഭക്ഷണം സ്വയമായി കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാതെ ടോട്ടൽ വെജിറ്റബിളായി ഒരു അംഗവൈകല്യം ബാധിച്ച് ഒരു കുഞ്ഞ് കിടക്കുകയാണ്. അയ്യോ, ഒരു വീടിൻ്റെ താളം തെറ്റാൻ അത് അത്രയും വേണ്ട. സ്തോത്രം. ദൈവം നൽകിയ ആരോഗ്യമുള്ള മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. അവരെങ്ങനെയായിരിക്കും? പുറമേ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ ബോൾഡായിട്ടും സന്തോഷമായിട്ട് അവർ നിൽക്കും. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ അവരിതാ സ്തോത്രം അതെ നിലവിളിച്ചുകൊണ്ട് ആയിരിക്കും. കാരണം എന്ത്? അവിടെ ഭവനത്തിൽ ശരീരത്തിനും മനസ്സിനും വളർച്ചയില്ലാതെ ഒരു കുട്ടി ഇതാ താളം തെറ്റിക്കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം അതേ ക്രമത്തിൽ തന്നെ ആത്മീയമായി നമ്മൾ വളരാതെ സ്തോത്രം മുരടിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന് ഹൃദയത്തിൽ വേദനയാണ്. അതുകൊണ്ട് ആത്മീയ അംഗവൈകല്യങ്ങളെ കൂമ്പാരമല്ല ദൈവസഭ. ആത്മീയമായി വളർച്ചയില്ലാത്തതായ അംഗവൈകല്യങ്ങളുടെ സങ്കേതമല്ല ദൈവത്തിൻ്റെ സഭ. പകരം കർത്താവ് എങ്ങനെയാണോ സമ്പൂർണനായിരിക്കുന്നത്, കർത്താവ് എങ്ങനെയാണോ പരിപൂർണനായിരിക്കുന്നത്, അതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ പരിപൂർണതയിലേക്ക് ഉള്ള വലിയൊരു യാത്രയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് ആക്കി വെച്ചപ്പോൾ അപൂർണനായിട്ടല്ല ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ ആക്കി വെച്ചത്. പകരം സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ സാദൃശ്യത്തിനും തൻ്റെ സ്വരൂപത്തിനുമാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. സ്തോത്രം. someone like same as God, his own image, തൻ്റെ സാദൃശ്യ പ്രകാരവും തൻ്റെ സ്വരൂപ പ്രകാരവുമായിട്ടാണ് മനുഷ്യനെ ദൈവം സ്തോത്രം ഏദെൻ തോട്ടത്തിൽ ആക്കി വെച്ചത്. ലോകത്തിലുള്ള സകല കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ചേർത്താലും ഇല്ലാത്ത മെമ്മറി പവർ ആ ആദിമ മനുഷ്യൻ ആദാമിന് ഉണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും മെമ്മറി ഇല്ല. സ്തോത്രം. ഓഫീസിൽ നിന്നൊരു ഫയല് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ വീണ്ടും നമ്മൾ സ്തോത്രം 4 പ്രാവശ്യം നോക്കും. ആ ഡിസിപ്ലിൻ മാറിപ്പോയോ, ആ എഴുതിയത് കറക്റ്റാണോ, ആ പൂജ്യത്തിന് വിലയുണ്ടോ എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും സ്തോത്രം മാറാറുണ്ട്. കാരണം മനുഷ്യന് പലപ്പോഴും ഓർമ്മ നിൽക്കത്തില്ല. പക്ഷേ ആദാമിനെ നോക്കിക്കേ, ആയിരക്കണക്കിന് മൃഗങ്ങൾ തൻ്റെ മുന്നിലൂടെ പോകുകയാണ്. ഓരോന്നിന് പേര് വിളിച്ച് സ്തോത്രം വിടുന്നു. പുറം തോടുമായി ഇഴഞ്ഞഴഞ്ഞൊരു സത്വം വരികയാണ്. ആദാം അതിന് പേര് വിളിച്ചു ആമാ. ഇതാ വലിയ ചിറകമായി വലിയൊരു പക്ഷി വരികയാണ്. അവന് പേര് വിളിച്ചു ഒട്ടക പക്ഷി. ആരമുള്ള വലിയൊരു ആനയുമായി സ്തോത്രം വലിയൊരു ശരീരമായി ഒരു മൃഗം വരികയാണ്. ആദാം അതിന് പേര് വിളിച്ചു സ്തോത്രം ആന. ആദാമിൻ്റെ കയ്യിൽ ഒരു പേനയില്ല, കടലാസില്ല. ആദാമിൻ്റെ കയ്യിൽ ഐപാഡോ മറ്റേതെങ്കിലും കമ്പ്യൂട്ടറോ ഇല്ല. ഇതെല്ലാം ഒന്ന് ഫീഡ് ചെയ്ത് വെക്കാൻ ആദാമേ 35 മിനിറ്റ് മുമ്പ് മറ്റേതിന് നീ എന്താ പേരിട്ടത്? സ്തോത്രം 2 മണിക്കൂർ മുമ്പ് നീ എന്തിനാ പേര് വിളിച്ചത്? ദൈവം ഓർക്കുന്നത് പോലെ ആദാം ഓർക്കുകയാണ്. കാരണം പെർഫെക്റ്റായി ഒരു മനുഷ്യനെ ദൈവം സ്തോത്രം ഏദെൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു വച്ചു. ഭൂമിയിൽ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ മറവിയുള്ളവനായി അൽഷിമസ് ബാധിച്ച് സ്തോത്രം ശരീരത്തിലും മനസ്സിനും വൈകല്യമുള്ളവനായി ജീവിക്കണമെന്നല്ല. താൻ സമ്പൂർണനായിരിക്കുന്നത് പോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം എല്ലാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ദൈവം സ്വർഗത്തിൽ സമ്പൂർണനായിരിക്കുന്നത് പോലെ സമ്പൂർണനായിരിക്കട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം സമ്പൂർണനായിരിക്കുന്നത് പോലെ നീയും സമ്പൂർണനായിരിക്കണം. നിനക്കൊരു മക്കളുണ്ടെങ്കിൽ, നിനക്കൊരു മകനുണ്ടെങ്കിൽ, മകളുണ്ടെങ്കിൽ എന്നെ പോലെ നീ നന്നാകണം, അല്ലെങ്കിൽ എന്നെക്കാൾ നന്നാകണം എന്ന് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അപൂർണനായിരിക്കണമെന്നല്ല, നീ സമ്പൂർണനായിരിക്കണം. നിന്റെ പാസ്റ്ററെ പോലെ നീ ആകണം, നിന്റെ പ്രാസംഗികനെ പോലെ നീ ആകണം, ആ ദൈവദാസനെ പോലെ ആകണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് നിന്റെ ആഗ്രഹമാണ്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം നീ എന്നെ പോലെ ആയിരിക്കണം. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വെച്ചു. എന്നാൽ 3 തരത്തിലുള്ള ചാനലുകളാണ് മനുഷ്യനെ ആ പദവിയിൽ നിന്ന് തകർത്ത് കളഞ്ഞത്. 1 യോഹന്നാൻ 2-ാം അധ്യായം
16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 എലമെന്റ്സ് ആണ്, 3 ഉപാധികളാണ് മനുഷ്യനെ ആ ദൈവിക പെർഫെക്ഷനിൽ നിന്ന്, ദൈവിക പൂർണ്ണയിൽ നിന്ന് തകർത്ത് കളഞ്ഞത്. നിങ്ങൾക്കറിയാം ആ 3 ഉപാധികൾ എന്തൊക്കെയാണ്? The lust of the flesh, the lust of the eye and the pride of life. ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആ വൃക്ഷത്തിന്റെ ഫലം കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത് എന്നവൾ കണ്ട് അവൾ പറിച്ച് അവളും തിന്നു, തൻ്റെ ഭർത്താവിനും കൊടുത്തു. സ്തോത്രം. അപൂർണതയുടെ പീക്കിൽ നിന്ന്, സ്തോത്രം, അതെ, സമ്പൂർണതയുടെ ഉയരത്തിൽ നിന്ന്, സമ്പൂർണതയുടെ ഉയരത്തിൽ നിന്ന് അപൂർണതയുടെ താഴ്വരയിലേക്ക് മനുഷ്യനത കുപ്പുകുത്തുക ഉണ്ടായി. ഇത് വീണുപോയ ലോകമാണ്. മനുഷ്യ സമൂഹം വീണുപോയതായ, സ്തോത്രം, ലോകമണ്ഡലവുമാണ്. മനുഷ്യൻ വീണുപോയി, ലോകവും വീണുപോയി. എന്തുകൊണ്ട്? പാപം നിമിത്തം. ഇന്നും നിന്നെ ഇംപെർഫെക്റ്റ് ആക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്. നമ്മളത് ജയിച്ചേ പറ്റത്തുള്ളൂ. 3 കാര്യങ്ങളിൽ മനുഷ്യനെ ഇന്നും പിശാച്, സ്തോത്രം, ഇംപെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു വശത്ത് ദൈവം നന്മയ്ക്കായി നിന്നെ പെർഫെക്റ്റ് ആക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, മറുവശത്ത് സാത്താൻ നിന്നെ ഇംപെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടി ഇന്നും ശ്രമിക്കുന്ന കാര്യമാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അത് സാത്താൻ ചെയ്യുന്നു. സാത്താന് പല പേരുകളുണ്ട്. അവൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. മറ്റൊരു പേരാണ് സാത്താൻ പരീക്ഷകനാണ്. മത്തായി 4:3 അങ്ങനെ പറയുന്നു. സാത്താന്റെ വേറൊരു പേരാണ് പരീക്ഷകനാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, സാത്താൻ പരീക്ഷിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞേ, സാത്താൻ പരീക്ഷിക്കുന്നു. സാത്താൻ പരീക്ഷകനാണ്. എങ്ങനെ പറവാൻ തക്കോണം കഴിയും? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ അടുക്കലേക്ക് സാത്താൻ ഇതാ 3 വിധത്തിലുള്ള ഹവ്വയുടെ അടുക്കൽ വന്ന സെയിം അതേ പരീക്ഷകളുമായി സാത്താൻ കടന്നു വരികയാണ്. ചില പ്രാസംഗികന്മാർക്ക് ചില സ്റ്റോക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, സാത്താന്, ലൂസിഫറിന് ഒരേ തന്ത്രം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തിയിൽ തുടങ്ങിയവന്റെ തന്ത്രം വെളിപ്പാട് വരെ ഒരേ തന്ത്രത്തിലാണ് നിൽക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. വേദപുസ്തകത്തിലെ ഏത് പരീക്ഷകൾ നിങ്ങൾ എടുത്താലും അതിൽ നിങ്ങൾക്ക് 3 കാണുവാൻ തക്കോണം കഴിയും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. യേശു കർത്താവിന്റെ അടുക്കലേക്കും ഇതേ, സ്തോത്രം, പരീക്ഷയുമായി കടന്നു വന്നു. 8ാം നാളിൽ പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോയപ്പോഴല്ല, 12ാം വയസ്സിൽ ചെത്തി പ്രസംഗിച്ചപ്പോഴല്ല. ഇപ്പോൾ ഇതാ യേശു തച്ചനല്ല, ആചാര്യല്ല, പരിശുദ്ധാത്മാവിലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്ന മെശിഹയാണ്. സ്തോത്രം. അവൻ ദൈവത്തിന്റെ ആത്മാവിലും ശക്തിയിലും നിറയുന്നതിന് മുൻപ് സാത്താൻ വന്നതയില്ല, പരീക്ഷിക്കാൻ വന്നില്ല. ദൈവകൃപയിൽ അവൻ നിറഞ്ഞപ്പോൾ, അവൻ ശക്തിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിലും ആത്മാവിന്റെ ശക്തിയിലും നിറയപ്പെട്ടപ്പോൾ പരീക്ഷകൻ അവന്റെ വീര്യത്തിനെ തെറ്റിപ്പാൻ അടുത്തു വന്നു. മറക്കരുത്, നീ ഒഴിയുമ്പോഴല്ല സാത്താൻ നിന്റെ അടുക്കൽ വരുന്നത്, നീ നിറയുമ്പോഴാണ് നിന്റെ നിറവിനെ ശൂന്യമാക്കാൻ സാത്താൻ കടന്നു വരുന്നത്. ആരേലേക്ക് സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സ്തോത്രം. നീ നിറയുമ്പോഴാണ് നിന്റെ നിറവിനെ തട്ടിത്തെളിയിപ്പാൻ സാത്താൻ കടന്നു വരുന്നത്. യേശു കർത്താവ് ഇപ്പോൾ പരിശുദ്ധാത്മാവിലും ശക്തിയിലും നിറഞ്ഞിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, കൊടുങ്കാറ്റിനെ ശാസിപ്പാൻ, തിരമാലയുടെ മുകളിലൂടെ നടക്കുവാൻ, മരിച്ചു മോർച്ചയിൽ ഇരിക്കുന്നവനെ വിളിച്ചു പുറത്തിറക്കുവാൻ, ദാരിദ്ര്യം എന്ന് പറഞ്ഞ 5 അപ്പവും 2 മീനും മാത്രമുള്ളപ്പോൾ തന്നെ ആ 5 അപ്പത്തിൽ നിന്ന് 2 മീനിൽ നിന്ന് വലിയൊരു മഹാസദ്യ ഉളവാക്കുവാൻ ഇപ്പോൾ ശക്തിയുള്ളവനാണ് യേശു. ആ ശക്തിയാൽ നിറഞ്ഞിരുന്നപ്പോൾ സാത്താൻ വന്നിട്ട് പ്രകാരം പറയുന്നു, കഴിയുമെങ്കിൽ ഈ, സ്തോത്രം, കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക. കഴിയുമെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക. യേശു കർത്താവിന് ആ കല്ലുകളെ അപ്പമായി തീരാൻ ശക്തി ഇല്ലായിരുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശു കർത്താവിന് കല്ലുകളെ അപ്പമായി തീർക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിന് ആ കല്ലുകളെ വേണമെങ്കിൽ അപ്പമാക്കി തീർക്കുവാൻ കഴിയും എന്ന് പറയുന്നവർ വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. 2ലും കൈ ഉയർത്താത്ത കുറെ പേരെ ഞാൻ കാണുന്നു. അവരാണ് ക്രൂശിലെ കള്ളനേക്കാൾ ഏറ്റവും വലിയ പെരുങ്കള്ളൻ. സ്തോത്രം. എന്ന് പകൽക്കാലം കേൾക്കണമേ, യേശു കർത്താവിന് ആ കല്ലുകളെ അപ്പമായി തീരുവാൻ തക്കോണം കഴിയും. കാരണം അവന്റെ വാക്കിന് ശക്തിയുണ്ട്. ഒരു വൃക്ഷത്തെ നോക്കി, let no man ever eat from you from hereafter, ഇതിനു ശേഷം ഇനിമേൽ ആരും നിന്നിൽ നിന്ന് ഭുജിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, അത് വേരോട് പട്ടുപോയതുപോലെ യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ട്. ആ കല്ലുകളെ നീക്കി, ആ കല്ലുകളെ നോക്കി അത് അപ്പമാകട്ടെ, കല്ലുകളെ നോക്കി അപ്പമാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. എന്നാൽ കേൾക്ക് ദൈവമക്കളെ, സ്തോത്രം, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്, യേശു കർത്താവ് ശക്തിയിൽ നിറഞ്ഞത് തൻ്റെ വയറ് നിറയ്ക്കാനല്ല,
ഒരുവനെ ദൈവം അഭിഷേകം ചെയ്യുന്നത് തന്നെ ഉയർത്താനല്ല, തൻ്റെ ലാഭത്തിനല്ല, തൻ്റെ ഗ്ലാമറിനല്ല. നിന്റെ മുൻപിൽ പോകുന്ന, നിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ദരിദ്രന്മാർക്ക് സുവിശേഷം, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദൈവത്തിന് പ്രസാദ വർഷം. അഭിഷേകം നിനക്ക് വേണ്ടിയല്ല, ശുശ്രൂഷ നിനക്ക് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് സ്തോത്രം, അതെ, ആ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിച്ചല്ല. നമ്പർ 2, രണ്ടാമത്തെ പരീക്ഷയാണ് നിന്നെ ഇംപെർഫെക്റ്റ് ആക്കി തീർക്കുവാൻ. ലോകത്തിലുള്ളതായ സകല മഹത്വത്തെ യേശുവിന്റെ മേൽ കാണിച്ചിട്ട് സാത്താൻ പറയുന്നു, നീ വീണ് എന്നെ നമസ്കരിക്കണം. സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ മറ്റുള്ളവർ ആരാധിക്കണം, സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനായിരിക്കണം. അതിനുവേണ്ടിയാണ് സാത്താൻ ചിന്തിച്ചത്, ദൈവത്തെ വെട്ടി ഞാൻ മേലെ കയറണം, ദൈവത്തെ വെട്ടി ഞാൻ മേലെ കയറണം. സോ ദാറ്റ് സ്തോത്രം എല്ലാ ആരാധനയും എനിക്ക് കിട്ടും. ഇന്ന് പകൽ നിന്റെ വീട്ടിൽ ഏതെങ്കിലും ക്രിക്കറ്റ് സ്റ്റാറിന്റെ ഫോട്ടോ കിടന്ന് തൂങ്ങുന്നെങ്കിൽ, ഏതെങ്കിലും സിനിമാ സ്റ്റാറിന്റെ ഫോട്ടോ, ബോളിവുഡോ ഹോളിവുഡോ കോളിവുഡോ കേളിവുഡോ നിന്റെ വീട്ടിൽ കിടന്ന് തൂങ്ങുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, നീ ആ വ്യക്തിയാണ് ആരാധിക്കുന്നത്. ആ സിനിമാ സ്റ്റാറിനെ, ആ സ്പോർട്സ് സ്റ്റാറിനെയാണ് നീ ആരാധിക്കുന്നത്. കേൾക്ക്, സ്തോത്രം, അതെ, ഏത് കോലിയോ ഏത് തോണിയോ നീ ആരാധിച്ചാലും നിന്റെ ആരാധന പോകുന്നത് കർത്താവിനല്ലെങ്കിൽ ആ ആരാധന ഏറ്റെടുക്കുന്നത് ലൂസിഫർ ആയിരിക്കും. നിന്റെ ആരാധന പോകുന്നത്, സ്തോത്രം, നിന്റെ അറ്റൻഷൻ എവിടെ ഇരിക്കുന്നോ അവിടെയാണ് ആരാധന. ഇപ്പൊ തന്നെ അയ്യോ സിക്സർ അടിച്ചോന്തോ, ഓവർ തീർന്നോന്തോ, എത്രയാണോ ഫൈനൽ സ്കോർ എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം ചുറ്റും 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 എന്ന് പറഞ്ഞ് ഇടിക്കുന്നെങ്കിൽ നിന്റെ അറ്റൻഷൻ അതാണ്. നിന്റെ അറ്റൻഷൻ എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ് നീ ആരാധിക്കുന്നത്. ലോകത്തിൽ രണ്ട് ആരാധനകളേ ഉള്ളൂ. ഒന്ന്, ദൈവം ആത്മാവാകുന്നു, അവൻ ആത്മാവിലും സത്യത്തിലും ജനം ആരാധിക്കുന്നു. മറ്റുള്ള സകല ആരാധന, അത് സ്പോർട്സ് ആകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, അതേ ധനമാകട്ടെ, ബിസിനസ് ആകട്ടെ, പേരാകട്ടെ, പ്ലാറ്റ്ഫോം ആകട്ടെ, ജനക്കൂട്ടമാകട്ടെ, ബാക്കിയുള്ള സകല ആരാധനയും പോകുന്നത് ലൂസിഫറിന്റെ ത്രോൺ റൂമിലാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പറക്കുന്ന പക്ഷിയല്ല ദൈവം, ഉദിക്കുന്ന സൂര്യനല്ല സ്തോത്രം ദൈവം, നടക്കുന്ന മൃഗമല്ല ദൈവം, എഴയുന്ന സർപ്പമല്ല ദൈവം. ഇതിനെയൊക്കെ ഉളവാക്കിയവനായ പഴയ പാമ്പായ സാത്താന്റെ തലയെ ക്രൂശിന്മേൽ വെച്ച് തകർത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആത്മാവാം ദൈവമത്രേ ദൈവം. അതുകൊണ്ട് സത്യ നമസ്കാരികൾ ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കട്ടെ. ഞായറാഴ്ച ആരാധന മുടക്കി നീ കല്യാണത്തിന് പോകുന്നെങ്കിൽ, ഞായറാഴ്ച ആരാധന മുടക്കി പിള്ളേരെ ട്യൂഷന് വിടുന്നെങ്കിൽ, ഞായറാഴ്ച ആരാധന മുടക്കി സ്തോത്രം അതെ മറ്റേതെങ്കിലും കാര്യത്തിന് പോകുന്നെങ്കിൽ, എന്തിനാണോ ഞായറാഴ്ച നീ പോകുന്നത് അതിനെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെ പേര് ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്നായിരിക്കാം, നിന്റെ പേര് ഒരുപക്ഷെ യേശുദാസനെന്നോ ക്രിസ്തുദാസെന്നോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ക്രിസ്തു യേശു എന്ന് നിന്റെ ഹൃദയത്തിലില്ല. ക്രിസ്തു യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞായറാഴ്ച ഇനി സുനാമി വന്നാലും സ്തോത്രം അതേ ഇടിവെട്ടി മഴ പെയ്താലും അതെ നടന്നു വരാൻ കാല് വേദനയാണെങ്കിലും നീ കൈകുത്തിയെങ്കിലും ദൈവസഭയിൽ കടന്നു വന്ന് ആരാധിക്കും. നിന്റെ ആരാധനയെ മോഷ്ടിക്കാൻ സാത്താൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആരാധനയെ പിശാച് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരെ തൊട്ട് മുഖത്ത് പറഞ്ഞാട്ടെ, ആരാധനയെ വിട്ടുകൊടുക്കല്ലേ. പെട്ടെന്ന് പറ, ആരാധനയെ വിട്ടുകൊടുക്കല്ലേ, ആരാധനയെ പിശാചിന് വിട്ടുകൊടുക്കല്ലേ, ലോകത്തിന് ആരാധന വിട്ടുകൊടുക്കല്ലേ. നിന്റെ ആരാധന ദൈവത്തിന് തന്നെയായിരിക്കട്ടെ. അത് പാർഷ്യൽ അല്ല, അതിങ്ങനെ താഴ്ത്തി സമർപ്പിക്കുന്ന ഉഴപ്പൻ ആരാധനയല്ല. പകരം പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ സ്തോത്രം ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, കമാൻ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ നിന്റെ മുഴുവൻ ആരാധനയ്ക്ക് കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് തന്നെ ആയിരിക്കട്ടെ. സാത്താൻ ഇന്നും പറയുന്ന കാര്യമാണ്, ലോകത്തെ കാണിച്ച് ആരാധന മുടക്കുന്നു. ലോകത്തെ കാണിച്ച് ലോകത്തിന് പിന്നാലെ പോയി ആരാധന മുടക്കിയ ഒറ്റയെണ്ണം നന്നായിട്ടില്ല. പക്ഷേ സ്തോത്രം ആരാധിച്ച ഒറ്റയെണ്ണം നശിച്ചിട്ടുമില്ല. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, ആരാധന മുടക്കി ലോകത്തിന് പോയ ഒറ്റയെണ്ണം നന്നായിട്ടില്ല. പക്ഷേ ആരാധിച്ച ഒറ്റയെണ്ണം ഒരിക്കൽ പോലും നശിച്ചു പോയതുമില്ല. ഇന്ന് പകരം ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനായി സ്തോത്രം. സാത്താൻ നിന്നെ ഇംപെർഫെക്റ്റ് ആക്കുവാൻ രണ്ടാമതായി കാണിക്കുന്നതാണ് ലൗകികമായ അറ്റാക്ക്. മൂന്നാമത്തെ കാര്യം ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുന്നു. അത് സഭയിലേക്ക് സാത്താനത യേശുവിനെ കൊണ്ടുവരികയാണ്, ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ജോസീഫസ് എന്ന ചരിത്രകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 300 അടി ഉയരത്തിലധികം ഉയരമുള്ളതായ ഒരു ടവറായിരുന്നു ദേവാലയത്തിലെ ഗോപുരം. 300 അടിയിലധികം ഉയരമുണ്ടായിരുന്നു. സാത്താൻ ആ ദേവാലയത്തിന് അഗ്രത്തിൽ കൊണ്ടുപോയി യേശുവിനെ നിർത്തിയിട്ട് ഇപ്രകാരം പറയുകയാണ്, യേശുവേ ഇവിടെ നിന്നൊന്ന് പറന്നിറങ്ങ്. ഈ ബാറ്റ്മാൻ ഇറങ്ങുന്നത് പോലെ, സൂപ്പർമാൻ ഇറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ സ്പൈഡർമാൻ തൂങ്ങി ഇറങ്ങുന്നത് പോലെ ഇവിടെ നിന്ന് പറന്നിറങ്ങിയാലേ, അയ്യോ ഞങ്ങളെ മെസ്സിഹ ഇതാ വന്നിരിക്കുന്നെന്ന്
യഹൂദന്മാരെല്ലാവരും പറയും, അവർ നിനക്ക് വലിയ സിംഹാസനം തരും, അവർ നിന്നെ ക്രൂശിപ്പിക്കത്തില്ല, അവർ നിന്നെ വാഴിപ്പിക്കും, അവർ നിന്നെ ക്രൂശിക്കത്തില്ല, അവർ നിന്നെ വാഴിപ്പിക്കും. ഇത് പറ്റിയ അവസരമാണ് യേശുവേ. കാര്യം എന്താണെന്നറിയോ? ഇത് ഉത്സവ ദിനമാണ്. 10,000-കണക്കിന് ആൾക്കാർ ദേശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. കേൾക്കണം സഹോദരങ്ങൾ, ഞാനിത് വീണ്ടും പറയുമായിരിക്കുന്നെങ്കിലും സ്തോത്രം, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതല്ല ശുശ്രൂഷ. യേശു കർത്താവ് തന്നെത്താൻ ഹൈഡ് ചെയ്തു. യേശു കർത്താവ് തന്നെ പ്രദർശിപ്പിച്ചില്ല, അവൻ തന്നെ ഹൈഡ് ചെയ്തു. കാരണം എന്താണെന്നറിയോ? തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, എന്നാൽ മഹത്വത്തിൽ മറിയുന്നവൻ ഏവനാണോ അവനോട് ദൈവ മഹത്വം വെളിപ്പെടും. ദേവാലയത്തിൽ തന്നെത്താൻ ഉയർത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. സ്തോത്രം, അതേ ദേവാലയത്തിൽ തന്നെത്താൻ അവനെ ഉയർത്തിയതേയില്ല. സ്തോത്രം, കർത്താവിനെ അടുക്കലേക്ക് സാത്താൻ 3 തരത്തിലുള്ള പരീക്ഷയുമായി കടന്നു വന്നു. എന്തിന്? ടു മേക്ക് ഹിം ആസ് ഇംപെർഫെക്റ്റ്. യേശുവിനെ ഇംപെർഫെക്റ്റ് ആക്കുവാൻ, യേശുവിനെ അപൂർണനാക്കുവാൻ വേണ്ടി സാത്താൻ 3 തരത്തിലുള്ള പരീക്ഷയുമായി അടുത്തു വന്നു. ഓഫീസില്, പരസ്യത്തില്, രഹസ്യത്തില്, വീട്ടില്, സഭയില്, ശുശ്രൂഷയില് ഇന്നും തലതകർന്ന സാത്താൻ ഊടാടി നടക്കുന്നു. തിരുവനന്തപുരത്തിന്റെ തെരുവിലൂടെ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഇംപെർഫെക്റ്റ് ആക്കുവാൻ ഊടാടി നടക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പാപം പെരുകിയിരിക്കുന്ന ഈ തലമുറയിൽ, അശുദ്ധി പെരുകിയിരിക്കുന്ന ഈ തലമുറയിൽ, ഹല്ലേലൂയ, ഇന്ന് പകലും പരിശുദ്ധാത്മാവാം ദൈവം ഒരു സാധാ ക്രിസ്ത്യാനിയല്ല, ഞായറാഴ്ച ക്രിസ്ത്യാനിയല്ല, പ്രോസ്പെരിറ്റി ക്രിസ്ത്യാനിയല്ല, കറവപ്പശുവാക്കി കർത്താവിനെ തീർക്കുന്ന ഒരു ക്രിസ്ത്യാനിയല്ല, എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന ക്രിസ്ത്യാനിയല്ല. എനിക്ക് കിട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്നെ ദൈവം വിടുവിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്നെ സൗഖ്യമാക്കിയാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ കർത്താവിനെ വിട്ട് എനിക്കൊരു പരിപാടിയില്ല എന്ന് പറഞ്ഞു പോകുന്നതായ ഒരു ദൈവപൈതലിനെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്ന 2 പേര് മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് പറഞ്ഞാട്ടെ. വളരെ ഇമ്പോർട്ടൻ്റാ ഇത്, വളരെ ഇമ്പോർട്ടൻ്റാ. മിക്സായ ധാരാളം സുവിശേഷങ്ങൾ ഇന്ന് ഈ മണ്ണിൽ പരതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വിൽപ്പന ചരക്ക് യേശുവായിരിക്കുമ്പോൾ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത സെന്റൻസ് പറയട്ടെ, ഏറ്റവും കൂടുതൽ ഇന്ന് ഈ തലമുറയിൽ വിൽക്കുന്ന വിൽപ്പന ചരക്ക് സുവിശേഷവും യേശുവുമായിരിക്കുമ്പോൾ, സ്വർഗത്തിന് നിന്നെ കുറിച്ചുള്ള ആഗ്രഹം, സ്തോത്രം, അതേ നീ അവനെ പോലെ ആകേണം. സ്വർഗത്തിൽ നിനക്കൊരപ്പനുണ്ട്. നിനക്ക് ഈ ലോകത്തിൽ അപ്പനില്ലെങ്കിൽ, നിന്റെ അമ്മ പ്രാകുന്നു എങ്കിൽ, നിന്റെ സ്നേഹിതർ നിന്നെ തൊഴിക്കുന്നുവെങ്കിൽ, കൂടെ നിന്ന് ചതിക്കുന്നു എങ്കിൽ, അതേ ഭൂമിയിൽ നിനക്ക് പല തകരാറുകളും കുഴപ്പങ്ങളും ശൂന്യതകളും ഉണ്ടെങ്കിൽ, താഴേക്ക് ഭൂമിയിൽ താഴേക്ക് നോക്കരുത്. അയ്യോ അത് വരില്ല, എവര് തരുന്നില്ല, മറ്റത് ശരിയല്ല എന്ന് താഴേക്ക് നോക്കല്ല. ഇന്ന് പകൽ തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്ക്. ഒരു കുഴപ്പമില്ലാതെ നിറവിന് അടയാളമായിരിക്കുന്ന ഒരു സൽഗുണപൂർണനായ അപ്പൻ സ്വർഗത്തിൽ നിനക്കുണ്ട്. അവൻ ഹീസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അവൻ സമ്പൂർണനായ ദൈവമത്രേ. കരങ്ങളെ അടിച്ച് ആ കർത്താവിനെ പോലെ ആകുവാൻ ആഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് കേൾക്കാം ഹൗ ടു ബിക്കം പെർഫെക്റ്റ്. എങ്ങനെയാണ് സ്തോത്രം പെർഫെക്റ്റ് ആയി തീരുന്നത്? ദ മാർക്ക് ഓഫ് പെർഫെക്ഷൻ, ദ മാർക്ക് ഓഫ് പെർഫെക്ഷൻ ഓർ ദ സയൻസ് ഓഫ് പെർഫെക്ഷൻ, അല്ലെങ്കിൽ മാർക്ക് ഓഫ് പെർഫെക്ഷൻ. സ്തോത്രം, അതെ പെർഫെക്ഷന്റെ യഥാർത്ഥ സ്തോത്രം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണതയുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. സ്തോത്രം, അതെ ശോഭൻ ബ്രദർ 7 വാക്യങ്ങൾ ഇന്ന് പകൽ വായിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. യാക്കോബ് 1:4. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് അണ്ടർലൈൻ ചെയ്. സമ്പൂർണർ എന്ന പദത്തിനടിയിൽ അണ്ടർലൈൻ ചെയ്. സ്തോത്രം. സമ്പൂർണർ ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി, പെർസിവറൻസ്. സ്ഥിരതയുണ്ടാകട്ടെ. ആ സ്ഥിരതയാണ് നിങ്ങളെ പെർഫെക്റ്റ് വിശ്വാസിയാകുന്നത്. ഞായറാഴ്ച സ്തോത്രം 5-10 വരെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. സ്തോത്രം. എന്നാൽ ഫസ്റ്റ് ബസ് കൈ കാണിച്ച് നിർത്താതിരിക്കുമ്പോൾ തന്നെ മലയിലിരിക്കുന്ന നമ്മൾ ആഴത്തിലേക്ക് പോകും. അയ്യോ ഇന്നത്തെ ബസ് കിട്ടിയില്ല.
സ്തോത്രം. ഈ ആഴ്ച അതെ എല്ലാം തീർന്നു. നമ്മൾ ചിലപ്പോൾ മലയിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ആഴത്തിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും, ചിലപ്പോൾ നിരാശയിലായിരിക്കും. ഒരു ചെറിയ കാറ്റ്, ചെറിയൊരു മന്ദമായ മാരുതൻ അടിച്ചാൽ തന്നെ, ചെറിയൊരു ഇളങ്കാറ്റ് അടിക്കുമ്പോൾ തന്നെ തൊട്ടാവാടി വാടുന്നത് പോലെ വാടുന്നവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു. ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, അതിലവർ വാടിപ്പോകും. എന്നാൽ ഒരു പെർഫെക്റ്റ് ക്രിസ്ത്യന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്തോത്രം അതേ കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത്, ഇളങ്കാറ്റിൽ തട്ടി വാടിപ്പോകുന്നതായ ഒരു തൊട്ടാവാടിയല്ല, പകരം കൊടുങ്കാറ്റിലും തല ഉയർത്തി പറക്കുന്നതായ ഒരു കഴുകനെ പോലെ നീ ഒരു സ്ഥിരതയുള്ളവനായിരിക്കെ. യേശുവിൻ്റെ നാമത്തിൽ എന്തോ വന്നാലും എന്നെ തളർത്തുവാൻ കഴിയത്തില്ല എന്ന ക്രമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്ട്രോങ് ആയിരിക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, സാൻഡി എന്ന് പറയുന്ന ഒരു ഭയങ്കര കൊടുങ്കാറ്റ് ന്യൂയോർക്ക് പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് അടിക്കുകയുണ്ടായി. 100 കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു. ഓഫ്കോഴ്സ് അമേരിക്കയിലെ പല ഭവനങ്ങൾ മരങ്ങൾ കൊണ്ട്, പഞ്ഞി കൊണ്ട്, അതുപോലെയുള്ള കാര്യാദികൾ, ദുർബലമായ വിഷയങ്ങൾ കൊണ്ടാണ് പണിതത്. ദുർബലമായ കാര്യങ്ങൾ കൊണ്ട് പണിതെങ്കിൽ സ്തോത്രം അത് തകർക്കപ്പെടും. ഒരു കൊടുങ്കാറ്റ് വന്നാൽ അതിന് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. പക്ഷേ ആ ഫോട്ടോയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതായ കാര്യം, 125 വർഷങ്ങൾക്ക് മുമ്പ് നല്ല കരിങ്കല്ലിൽ പണിതുയർത്തിയ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് മാത്രം തല ഉയർത്തി നിൽക്കുന്നു. മുന്നിലും പിന്നിലും ഇടതും വലതും പലരും തകർന്നു വീഴുന്ന ശബ്ദം കേട്ടപ്പോഴും എൻ്റെ ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല, എനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. മറ്റുള്ളവർ തകരുന്ന ശബ്ദം കേട്ടു, മറ്റുള്ളവർ വീഴുന്നത് ഈ ഭവനം കണ്ടു. ഞാൻ നിന്റെ കാര്യമാ പറയുന്നത്. പലരും ഈ പരിപാടി വച്ചു മാറ്റുന്നത് നീ കണ്ടു, പലരും പിന്മാറി പോകുന്നത് നീ കണ്ടു. പക്ഷേ നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നിന്നോട് കൂടെ ദൈവവേല ചെയ്തവർ, നിന്നോട് കൂടെ സ്നാനപ്പെട്ട് ഇറങ്ങിയവർ പലരും സ്തോത്രം തുരുമ്പ് പിടിച്ച ആയുധങ്ങളായി തീർന്നപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഈ തലമുറയിൽ എല്ലാ കൊടുങ്കാറ്റിനും എല്ലാ പേമേരിക്കും എനിക്ക് അതിജീവിപ്പാൻ തക്കവണ്ണം കഴിയും. സൗണ്ട് പ്രൂഫ് എന്ന് പറയുന്നത് പോലെ ഐ എം എ കലാമിറ്റി പ്രൂഫ്. ഞാനിതാ ഡിസാസ്റ്റർ പ്രൂഫ് എന്ന് പറയാൻ ഈ വാച്ചിന് ഒരു വെള്ളത്തിലില്ലതാ വാട്ടർ പ്രൂഫാണ്. വെള്ളം അകത്ത് കയറത്തില്ല, കലാമിറ്റി എൻ്റെ അകത്ത് കയറത്തില്ല, പ്രശ്നത്തിന് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിശാച് പ്രശ്നങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ യേശു ജയിച്ചവനാണ്. എൻ്റെ യേശു ജയിച്ചവനാണ്. യേശുവിൻ്റെ നാമത്തിൽ അയ്യോ വാ തുറന്നു സ്തോത്രം പറയണം. തൊട്ടാവാടി അല്ല നീ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നമുണ്ട്. പ്രശ്നം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തവർ ഏതോ പ്രശ്നത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ പ്രശ്നം രണ്ടിലൊന്നാണ് കൊണ്ടുവരുന്നത്. ഒന്നുകിൽ പ്രശ്നം നിന്നെ താഴേക്ക് തകർത്ത് കളയും, ഇല്ലെങ്കിൽ പ്രശ്നം നിന്നെ ഉയർത്തും. ഞാൻ തിരമാലയിൽ പെട്ടിട്ടുണ്ട്, നീന്താൻ അറിയാത്ത ഞാൻ തിരമാലയിൽ പെട്ടിട്ടുണ്ട്. ഭാഗ്യം ആ തിരമാലയുടെ മേലെ ഉയർന്നത് കൊണ്ട്, തിരമാലയിൽ അടിച്ചുയർന്നത് കൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തി. അല്ല, അത് അടിച്ച് താഴ്ത്തിയിരുന്നെങ്കിൽ അത് ആ കടലിന് അടിയിലേക്ക് വലിച്ചിട്ട് പോകും. തിരമാല ഒരുവന്റെ മേൽ ചിക്കുമ്പോൾ, തിരമാല ഒരുവന്റെ മേൽ അടിക്കുമ്പോൾ ഒന്നുകിൽ നീ മേലെയായിരിക്കും, ഇല്ലെങ്കിൽ നീ താഴെയായിരിക്കും. പ്രശ്നം നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വരുമ്പോൾ ഒന്നുകിൽ നീ പ്രശ്നത്തിൽ തകർന്നു പോകും. ദൈവമില്ലാത്തവൻ പ്രശ്നത്തിൽ തകർന്ന തരിപ്പണമായി ഫീൽഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമാകും. ദൈവകൃപയുള്ളവൻ ഉയർത്തപ്പെടും. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ ഭാഗ്യമുള്ളവൻ എന്ന് വേദപുസ്തകം പറയുന്നു. സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയിക്കുന്നവനാൽ അവൻ ഭാഗ്യമുള്ളവൻ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. പെർഫെക്റ്റ് ക്രിസ്ത്യൻ, he will always have the perseverance. അനപ്പോഴും സ്ഥിരത ഉണ്ടായിരിക്കും. വീണ്ടും വേദപുസ്തകം പറയുന്നു സ്തോത്രം അതേ സ്ഥിരമാനസന്റെ പ്രത്യേകത മറ്റൊന്നാണ്. അല്ലെങ്കിൽ സ്തോത്രം അതേ ഒരു പെർഫെക്റ്റ് ക്രിസ്ത്യന്റെ പ്രത്യേകത എന്താണ്? 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. 2 പത്രോസിന്റെ ലേഖനം ഫസ്റ്റ് സർവീസിന് അതല്ല വായിപ്പിച്ചത്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 2 പത്രോസ് 1:7. സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. 7 കാര്യം അവിടെ എഴുതി വരികയാണ്. സ്തോത്രം. പത്രോസ് 6-ാം വാക്യം മുതൽ വായിക്കുമോ? 6-ാം വാക്യം മുതൽ
വിശ്വാസത്തോട് വീര്യവും, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, വിശ്വാസത്തോട് വീര്യം, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തിയും, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവൻ. ഹേ, നിങ്ങൾ ഒരു ആത്മീയരെങ്കിൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ക്രിസ്ത്യൻ എങ്കിൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ചേർച്ച് എങ്കിൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് സ്തോത്ര മിനിസ്ട്രി എങ്കിൽ, ഏറ്റവും മേൽത്തട്ട് കിടക്കുന്നത് രോഗശാന്തിയല്ല, ഏറ്റവും മേൽത്തട്ട് കിടക്കുന്നത് പ്രവചനമോ സ്തോത്രം വെള്ളവസ്ത്രമോ ആഭരണം മാറ്റിയതോ ആഭരണം ഇട്ടതോ തുള്ളി ചാടിയതോ കീബോർഡിന്റെ ബഹളമോ പാസ്റ്റർ ഗ്ലാമറോ അല്ല. നിങ്ങൾ ദൈവസഭയെങ്കിൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ദൈവസഭയെങ്കിൽ, ദൈവം സ്നേഹം തന്നെ. ദൈവസഭയുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. കെട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാവിലെ കണ്ടു നാണക്കേടാ, പറയാൻ പാടില്ല. ഫ്രണ്ടിൽ ഒരു അമ്മമ്മയിരുന്നു, സ്തോത്രമാതി അടുത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരിയുണ്ട്. ഈ പോയിന്റ് പറയുന്നത് വരെ അടുത്തിരിക്കുന്ന ആളിന് പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും കൈ കൊടുക്കത്തില്ല. ഈ പോയിന്റ് പറയുന്നത് വരെ. ഏത് പോയിന്റ് പറയുന്നത് വരെ? നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ ഒരു നോയിസ് പൊല്യൂഷൻ യന്ത്രമാണ്. നീ ഒരു സ്നേഹമില്ലെങ്കിൽ രാവിലെ സ്തോത്രം പറയാൻ ഇറങ്ങിയിരിക്കുക. നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളോ മാത്രമേ. യേശു കർത്താവ് ശിഷ്യന്മാർ നോക്കി പറഞ്ഞു, നിന്നിലൂടെ നടക്കുന്ന അത്ഭുതമല്ല, നിന്നിലൂടെ നടക്കുന്ന അടയാളമല്ല, നിന്റെ അന്യഭാഷയല്ല, മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുക. ഈ കാലഘട്ടം സ്നേഹം തണുത്തുപോയി. കാരണം എന്ത്? സ്തോത്രം അധർമ്മം പെരുകുന്നത് കൊണ്ട്. ലവോദിക്ക പീരീഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്തോത്രം, അതേ ജഡമയമായ മണ്ഡലത്തിൽ സഭ ഇതാ കടന്നു പോകുന്ന ഈ അന്ത്യകാലത്ത് ദൈവസഭയിൽ ഏറ്റവും ക്ഷാമം വന്നിരിക്കുന്നത് പണത്തിനല്ല, ഡോളറിനല്ല, സ്തോത്രം അതേ വിദ്യാഭ്യാസത്തിനല്ല. ദൈവസഭയിൽ ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യമാണ് സ്നേഹം. എന്തൊരു ശാന്തതയെ നോക്ക്, എന്തൊരു ശാന്തത. രാവിലെ എങ്ങനെയായിരുന്നു? ലോകത്ത് എവിടെ പോയി പ്രസംഗിച്ചാലും സെയിം തിങ് ആണ്. സ്തോത്രം. അയ്യോ, ഞാൻ നിങ്ങളെ കാര്യമല്ല പറയുന്നത്, ഞാൻ സ്തോത്രം കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സ്നേഹമില്ലാത്തൊരു കൂട്ടമായി, സ്തോത്രം സ്നേഹമില്ലാത്ത പ്രതികാരത്തിൻ്റെ ജനമായി, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയുന്ന പ്രതികാരത്തിൻ്റെ ദുർഭൂതങ്ങൾ, സ്തോത്രം പ്രതികാരത്തിൻ്റെ ദുരാത്മാക്കൾ കറങ്ങി നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ഞാൻ പറയട്ടെ, പെർഫെക്ഷൻ നീ ഒരു പൂർണ്ണതയിലേക്ക് പോകുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നത് ദൈവസ്നേഹമായിരിക്കാം. അനുഭവിച്ച ഒരു കാര്യം പറയും. വർഷങ്ങൾക്ക് മുമ്പ് അഗസ്റ്റിൻ ഗോമസ് എന്ന പേരുള്ളതായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. 1995 സെപ്റ്റംബർ മാസത്തിൽ മധുരയ്ക്കും ട്രിച്ചിക്കും ഇടയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അഗസ്റ്റിൻ ഗോമസ് സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് അഗസ്റ്റിൻ ഗോമസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഓതറയ്ക്കടുത്ത്, തിരുവല്ല ഓതറയിൽക്കടുത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോവാം. അന്ന് എൻ്റെ സ്ഥിരം ട്രെയിനായിരുന്നു മദ്രാസ് മെയിൽ. 2 മണിക്ക് അന്ന് പുറപ്പെടും. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ്. 2 മണിക്ക് അത് പുറപ്പെടുമ്പോൾ എറണാകുളം വരെയുള്ള മീറ്റിങ്ങിന് ഓൺ ടൈമിനെത്താം. 2 മണിക്ക് കയറിയാൽ മതി. സ്തോത്രം. അങ്ങനെ ഓതറയ്ക്ക് ഉള്ള സ്റ്റേഷനിൽ എത്തുവാൻ, ഓതറ പോകുവാൻ സ്തോത്രം തിരുവല്ല ഇറങ്ങണം. തിരുവല്ല ഇറങ്ങുവാൻ വേണ്ടി സ്തോത്രം എത്തുമ്പോൾ ചെങ്ങന്നൂരായി എൻ്റെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സ്തോത്രം ഈ പട്ടണത്തിലൊക്കെ കൂടെ വന്നിട്ട് പോകുന്ന ഒരു ദൈവദാസൻ, ഒരു പെന്തിക്കോസ് ഉപദേശി, ഒരു പ്രാസംഗികനാണ്, കൺവെൻഷൻ പ്രാസംഗികനാണ്. അദ്ദേഹം കണ്ടു. അദ്ദേഹത്തെ ആദ്യം ഞാൻ കണ്ടില്ല. പുള്ളി എന്നെ കണ്ടു ഓടി വന്നു, കെട്ടിപ്പിടിച്ചു. എൻ്റെ തമ്പുരാനെ, എന്തോ ആഘോഷം, എന്തോ സന്തോഷം, എന്തൊരാഘോഷം. സ്തോത്രം, ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു സ്തോത്രം പ്രധാനമന്ത്രി രക്ഷിക്കപ്പെട്ട് കാണും, അല്ലെങ്കിൽ പ്രസിഡന്റ് അഭിഷേകം പ്രാപിച്ചു കാണും. അത്ര ഭയങ്കര സന്തോഷം. എന്നിട്ട് പുള്ളി ചോദിച്ചു, അറിഞ്ഞോ അഗസ്റ്റിൻ ഗോമസ് മരിച്ചുപോയി. അയ്യോ ബ്രദറെ, എന്താ സന്തോഷത്തോടെ പറഞ്ഞതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അഗസ്റ്റിൻ ഗോമസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു പങ്ക് എവന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായില്ല. അഗസ്റ്റിൻ ഗോമസിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവസരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പങ്ക് എവന് കിട്ടും. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിൻ്റെ സന്തോഷം. ഞാൻ പറയുന്നത് ദൈവസ്നേഹം. ഒരു 2-3 ആഴ്ച കൂടെ, 2-3 മാസം കൂടെ മുന്നോട്ട് പോയി. സെയിം ട്രെയിൻ, സെയിം മദ്രാസ് മെയിലിൽ തിരുവല്ലയുടെ ഭാഗത്ത് വേറെ കണ്ടൊരു മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം സുരേഷാകുന്ന ഞാൻ ആ വണ്ടി കയറി യാത്ര ചെയ്യുകയാണ്. സെയിം ചെങ്ങന്നൂരിന് കായംകുളം സ്റ്റേഷനിൽ നിന്ന് ആ മനുഷ്യൻ കയറി. സ്തോത്രം. രണ്ടാമത് അതേ എപ്പിസോഡ് ആവർത്തിക്കുകയാണ്. സ്തോത്രം. അത്ര വലിയ ആഘോഷമൊന്നുമില്ല, അത്ര ഭയങ്കര ആഘോഷമൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്നു ആ പ്രൈസിലാണ് തല ചെറിഞ്ഞിട്ട് പറഞ്ഞ, അഗസ്റ്റിൻ ഗോമസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും പിടിക്കുകയാണല്ലേ. എന്ന് പറഞ്ഞാൽ നിന്റെ ശവപ്പെട്ടിയും പൊങ്ങാൻ നേരമായടാ.
പ്ലാറ്റ്ഫോമിന് വേണ്ടി ആരെയും കൊല്ലും, അവസരത്തിന് വേണ്ടി ഏതവനെയും തകർക്കും. സ്തോത്രം. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിൽപ്പന ചരക്ക് സുവിശേഷവും ക്രിസ്തുമായിരിക്കുമ്പോൾ, സ്നേഹം തണുത്തു പോയപ്പോൾ, പാരവെപ്പ് സ്തോത്രം കൂടിയിരിക്കുമ്പോൾ, പൊളിറ്റിക്സ് കൂടിയിരിക്കുമ്പോൾ, തിന്മകൾ വർദ്ധിക്കുമ്പോൾ, കുറ്റം പറച്ചിൽ കൂടിയിരിക്കുമ്പോൾ, പ്രതികാര ബുദ്ധി കൂടിയിരിക്കുമ്പോൾ, ഓ പരിശുദ്ധാത്മാവേ, ഒരു മഴയെ അങ്ങയുടെ സഭയാം തോട്ടത്തിലേക്ക് അയക്കണമേ. കട്ടകളെ ഉടയ്ക്കുവാൻ, ജഡത്തിന്റെ കട്ടകളെ ഉടയ്ക്കുവാൻ, അസൂയയുടെയും പാരവയ്പിന്റെ കട്ടകളെ ഉടയ്ക്കുവാൻ. ദൈവസ്നേഹത്തിൽ ദൈവജനത്തെ കർത്താവ് നിറയ്ക്കണമേ. സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചൊമ്പോ ചിലമ്പുന്ന കൈത്താളം അത്ര. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, വലത് കരങ്ങളെ ഉയർത്തി പറ, കർത്താവേ പറഞ്ഞാട്ടെ, കർത്താവേ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. നീ അന്യഭാഷ പറയുമായിരിക്കാം, നീ തുള്ളിച്ചാടുമായിരിക്കാം, ഈ കസേര എല്ലാം പൊട്ടിക്കേണ്ടതായ ആരോഗ്യവും സ്ലൈൻ ദ സ്പിരിറ്റും ഒക്കെ ഉണ്ടായിരിക്കാം. ഐ സല്യൂട്ട് ഇറ്റ്. അതെല്ലാം വേണം, ചെയ്തോ. ഞാൻ കണ്ടിട്ടുണ്ട് മാസമായി 3000-4000 പേർ അറ്റ് എ ടൈം സ്ലൈൻ ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1, 2, 10 അവസരങ്ങളിലല്ല. ഐ ബിലീവ് ഇൻ ഓൾ ദോസ് തിങ്സ്. പക്ഷേ ഇതെല്ലാം ഒരു വശത്ത് നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ഒന്നാമതായി വെളിപ്പെടേണ്ടത് ദൈവ സ്നേഹമാണ്. പെർഫെക്ഷൻ്റെ ഒന്നാമത്തെ ലക്ഷണം സ്ഥിരതയെങ്കിൽ രണ്ടാമത്തെ ലക്ഷണം ദൈവത്തിൻ്റെ സ്നേഹം. നമ്പർ 3, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7:1. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. അത് തന്നെ ഒരു പ്രസംഗമാണ്. ജഡത്തിന്റെയും ആത്മാവിന്റെ കന്മഷം മറ്റൊരവസരമാകട്ടെ. ജഡത്തിന്റെയും ആത്മാവിന്റെ സകല കന്മഷം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സ്തോത്രം. ആ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആ വാക്കിനടിയിൽ അണ്ടർലൈൻ ചെയ്താട്ടെ, പെർഫെക്ഷൻ ഇൻ ഹോളിനെസ്. സ്തോത്രം. അതെ, പെർഫെക്റ്റ് ഹോളിനെസ്. ഓ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്തെങ്കിലുമൊക്കെയാണ് തികയ്ക്കേണ്ടത്? 1, സ്തോത്രം, സ്ഥിരതയിൽ തികച്ചുകൊള്ളുക, സ്നേഹത്തിൽ തികഞ്ഞുകൊള്ളുക. 2, സ്തോത്രം. അതെ. 3, അതെ, വിശുദ്ധിയിൽ തികച്ചുകൊള്ളുക. അശുദ്ധ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ അശുദ്ധ ലോകത്ത് എവിടെയും പാപമാണ്. വീട്ടിൽ പാപമാണ്, സ്തോത്രം, ഓഫീസിൽ പാപമാണ്, വഴിയിൽ പാപമാണ്. ഓ ഈവൻ സഭയിൽ പോലും പലരും വരുന്നത് ഉദ്ദേശങ്ങൾ നല്ലതല്ല, പലതും പാപമാണ്. ലോകം മുഴുവൻ പാപത്തിലായിരിക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ സഭ എങ്ങനെയായിരിക്കുന്നു? ദൈവത്തിന്റെ സഭ വിശുദ്ധിയിലായിരിക്കുന്നു. കടും തൂക്കത്തിന്റെ മറവിലിരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ വീണ്ടും പറയും, കടും തൂക്കത്തിന്റെ മറവിലിരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്ന് സ്തോത്രം വിളിക്കുന്നത് പോലെ അശുദ്ധിയിൽ കിടക്കുന്നതായ അശുദ്ധിയിൽ, അതേ അശുദ്ധി, ഈ അശുദ്ധ ലോകത്തായിരിക്കുന്ന ദൈവസഭയെ നോക്കി ഇന്ന് പകല കർത്താവ് ആഗ്രഹിക്കുന്നത് നീ വിശുദ്ധൻ ആയിരിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. സങ്കീർത്തനം 50:5 പറയുന്നു, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേൻ. നിങ്ങൾ കേട്ടോ, യേശു വരുന്നത് ഞായറാഴ്ച ക്രിസ്ത്യാനികളെ മേലെ കൊണ്ടുപോകാനല്ല, വിശുദ്ധന്മാരെ കൂട്ടുവാൻ, വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു കടന്നു വരുന്നു. എബ്രായർ 9:26-27. അന്ന് പാപികൾക്ക് വേണ്ടിയാണ് യേശു വന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പാപികൾക്ക് വേണ്ടി വന്നെങ്കിൽ ഇനി യേശു വിശുദ്ധന്മാർക്ക് വേണ്ടി വരുവാൻ വേണ്ടി വരുന്നു. പ്രാസംഗികന്മാരെയോ പെന്തിക്കോസുകാരെയോ പള്ളിയിൽ വന്നവരെയോ സ്നാനപ്പെട്ടവരെയോ ചേർക്കാനല്ല യേശു വരുന്നത്, വിശുദ്ധന്മാരെ ചേർപ്പാൻ. നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ വാക്ക് വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ വിനിമയങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. കാരണം കടന്നു വരുന്നവനായ കർത്താവ് അവൻ വിശുദ്ധനത്രേ. സ്തോത്രം. തടി കൊണ്ടുള്ളതായ ബോട്ടിനകത്ത് ഒരു വുഡ്പെക്കറിനെ, ഒരു മരം കൊത്തിയെ വച്ച് യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്നതുപോലെ നിന്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ജഡത്തിന്റെ പരിപാടികളെ വെച്ച് നിനക്ക് യാത്ര ചെയ്യുവാൻ തക്കോണം കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം തട്ടിക്കളയേണ്ടതിന് തട്ടിക്കള. വിശുദ്ധിയിൽ സ്തോത്രം തികഞ്ഞ ദൈവസന്നിധിയിൽ നിന്നാട്ടെ. പഴയൊരു പാട്ടുണ്ട്, നമുക്കറിയാം എന്താണ് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ, വരുവതിൻ കാലങ്ങൾ ഏറെയില്ല.
സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ അശുദ്ധി നമുക്ക് വേണ്ട. ഈ വഴിയിൽ നടന്നാൽ അശുദ്ധി ഉണ്ടെങ്കിൽ, ഈ വഴിയിൽ നടന്നാൽ സ്തോത്രം അശുദ്ധി ഉണ്ടെങ്കിൽ, ഈ വഴിയിൽ നമുക്ക് നടക്കേണ്ട 2 കിലോമീറ്റർ അപ്പുറത്തൂടെ കറങ്ങി നടക്കാം. അല്പം കൂടെ പെട്രോൾ പോയാലും സാരമില്ല. നിനക്ക് പൈസ അല്ല വലുത്, നിനക്ക് ജീവിതമാണ് വലുത്. ദൈവമില്ലാത്ത പ്ലാറ്റ്ഫോം വേണ്ട, ദൈവമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട, ദൈവമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ വേണ്ട. അടയ്ക്കേണ്ടതിനെ അടയ്ക്ക്, സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിക്ക. പാപത്തെ കണ്ടാൽ തിരിഞ്ഞു നിൽക്കരുത്, തിരിഞ്ഞു നോക്കല്. പാപത്തെ കണ്ടാൽ ഓട്. യോസേഫ് ഓടിയതുപോലെ പാപത്തെ കണ്ടാൽ ഓട്. പാപത്തെ കണ്ട് ഓടുന്നവനെ നോക്കി ഞാൻ പറയട്ടെ, നീ ഓടുന്നത് ഉയർച്ചയിലേക്കാണ്, നീ ഓടുന്നത് ദൈവകൃപയിലേക്കാണ്, നീ ഓടുന്നത് പ്രമോഷനിലേക്കാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഇന്ന് പകലും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പെർഫെക്റ്റ് ക്രിസ്ത്യൻ, he will be perfect in holiness. അവൻ വിശുദ്ധിയിൽ തന്നെ ആയിരിക്കും. നമ്പർ 4, നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്തോത്രം. അതെ, നാലാമത്തെ പെർഫെക്ഷൻ എന്താണ്? 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാം വാക്യം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി, ഇനി നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ ഞാൻ രാവും പകലും പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്തോ നിന്റെ കുറവ് തീർപ്പാൻ? വിശ്വാസത്തിന്റെ കുറവ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ എന്റെ കുറവാണ്? വിശ്വാസത്തിന്റെ കുറവ്. സ്തോത്രം. വിശ്വാസത്തിന്റെ കുറവ് തീർന്നാൽ ആ വിശ്വാസം എന്താണ്? ആ കുറവ് ഒരു പെർഫെക്റ്റ് ഫെയ്ത്ത് ആയിരിക്കും. ആ സ്തോത്രം വിശ്വാസം ഒരു പരിപൂർണ വിശ്വാസം ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കുറവുകൾ തീരട്ടെ. ശമ്പളത്തിന്റെ അല്ല, പേഴ്സിന്റെയും അലമാരയുടെയും അല്ല. സ്തോത്രം. അതേ, നിന്റെ വിശ്വാസത്തിന്റെ ചോർച്ചകളെല്ലാം അടയട്ടെ. വിശ്വാസം താഴേക്ക് പോകുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഉപവസിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, ഇനി കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസം തണുത്തു പോയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. അടുത്തിരിക്കുന്നവരെ കണ്ണിൽ തുറച്ചു നോക്കി പറഞ്ഞാട്ടെ, വിശ്വാസം തണുത്തു പോകല്ലേ. പെട്ടെന്ന് പറ, വിശ്വാസം തണുത്തു പോകല്. പറ, വിശ്വാസം തണുത്തു പോകല്, വിശ്വാസം തണുത്തു പോകല്. സാഹചര്യം മോശമായിരിക്കും. സ്തോത്രം. സാഹചര്യം മോശമായിരിക്കും മക്കളെ. സ്തോത്രം. അവസ്ഥകൾ മോശമായിരിക്കും. ഈ ശാനമൂലൻ അടിക്കുന്ന ആ ശബ്ദം നിങ്ങൾ കേട്ടോ? ഈ ശാനമൂലൻ അടിക്കുന്ന ആ ശബ്ദം നിങ്ങൾ കേട്ടോ? അയ്യോ, കാണാൻ പറ്റത്തില്ല, കേൾക്കുകയാണ്. 14 ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഈ ശാനമൂലൻ ഭയങ്കരമായി അടിക്കുക. പമ്പരം കറങ്ങുന്നത് പോലെ ആ നൗക കിടന്ന് കറങ്ങിയ എല്ലാ പ്രതീക്ഷയും തീർന്നു. സ്തോത്രം. എല്ലാ പ്രതീക്ഷയും തീർന്നു. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് അന്ന് പണ്ട് പറഞ്ഞതായ വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഇസ്രായേൽ ജനത്തിനും ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തൊരു പാത്രം. സ്തോത്രം. പക്ഷേ സാഹചര്യം മുഴുവൻ മോശമാണ്. കാറ്റടിക്കുകയാണ്. ഇതാ സ്തോത്രം, പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. മുഴുവൻ കുറ്റാക്കൂരിട്ടാണ്. അയ്യോ, ഞാനിതാ താഴോട്ട് മുങ്ങും എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് താഴേക്ക് മുങ്ങുന്നവനെ മേലോട്ട് പൊക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ ധൈര്യമായിരിക്കെ, പൗലോസേ ധൈര്യമായിരിക്കെ, നീ താഴോട്ടിറങ്ങത്തില്ല, നീ താഴോട്ടിറങ്ങത്തില്ല. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്ലാറ്റ്ഫോം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ യെരുശലേമിൽ നിന്നതുപോലെ, same as you are going to witness me in the city of Rome. നീ യെരുശലേമിൽ നിന്നതുപോലെ നീ റോമിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. നീ യെരുശലേമിൽ നിന്നതുപോലെ നീ റോമിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കട്ടെ മക്കളെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ പൂർവികർ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അപ്പൻ പ്രാർത്ഥിച്ചിട്ടില്ലാത്തത്, നിന്റെ അമ്മ ചിന്തിച്ചിട്ടില്ലാത്തത്, നിന്റെ വീട്ടിൽ ആരും നടന്നിട്ടില്ലാത്തത് യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. യെസ്, ഒരേ ഒരു കണ്ടീഷൻ, നിന്റെ വിശ്വാസം മാത്രം ചോർന്നു പോകരുത്, നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. പൗലോസേ ധൈര്യമായിരിക്കുക, പൗലോസേ ധൈര്യമായിരിക്കുക. ഈ കപ്പൽ പോകും. നീ ഇതുവരെ വിചാരിച്ച ഈ കപ്പൽ എന്നെ ആശ്രയിക്കുന്ന, നീ ആശ്രയിക്കുന്ന കൊമ്പ് അടിയും. നീ ആശ്രയിക്കുന്ന കൊമ്പിനെ ദൈവം ഒടിച്ചു കളയുന്നത് ആശ്രയിക്കേണ്ടവനിൽ നീ ആശ്രയിപ്പാൻ വേണ്ടിയാണ്. കപ്പൽ മുങ്ങും. കപ്പൽ മുങ്ങുമ്പോൾ പലക കീറി വരുന്ന ഒരു ശബ്ദം നീ കേൾക്കും. അത് വേറെ ആർക്കുമല്ല, ആ പലക സ്തോത്രം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിപ്പാൻ വേണ്ടിയാണ്. ഈ പകൽ അവിശ്വാസം വിട്ടുപോകട്ടെ. ശബ്ദമുയർത്തി പറയട്ടെ, കൊടുങ്കാറ്റുകൾ വീശുന്നു, വെല്ലുവിളികൾ വർദ്ധിക്കുന്നു, എന്റെ വിശ്വാസം താഴേക്ക് പോകരുതേ. പണ്ട് ഭക്തൻ പാടി, കൊടുങ്കാറ്റുണ്ടി വനദേശത്ത്, പ്രിയരേ എന്നെ വിടരുതേ. ഒരിക്കൽ കൂടെ, കൊടുങ്കാറ്റുണ്ടി വനദേശ
ദേശത്ത് പ്രിയനെ എന്നെ വിടരുതേ. എന്താ? കൊതിയോടും ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങ് തീർക്കണേ. യേശുവിന്റെ നാമത്തിൽ. കൊടുങ്കാറ്റുള്ളപ്പോൾ തന്നെ ഓ ഹല്ലേലൂയ, ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കട്ടെ. അവിശ്വാസം മാറട്ടെ, സ്തോത്രം. അധൈര്യം മാറട്ടെ, പകരം ധൈര്യം, ദൈവിക ധൈര്യം യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങളിൽ നിറയട്ടെ. ലൂക്കോസ് 17:4 ശിഷ്യന്മാർ ഈ പ്രകാരം യേശു കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അവിശ്വാസം വേണ്ട കർത്താവേ, അല്പവിശ്വാസം വേണ്ട കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, വലിയ വിശ്വാസമാക്കണമേ. യൂദ 20 ആദ്യ പരിശുദ്ധ വിശ്വാസ മണ്ഡലത്തിൽ എത്തിക്കണമേ. ആദ്യ പരിശുദ്ധ വിശ്വാസ മണ്ഡലത്തിൽ ഞങ്ങളൊന്ന് നിർത്തണമേ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ അവർ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചെടുത്തു. എവിടെ ഭക്തന്മാരുടെ ദൈവം? 2018 മാർച്ചിൽ ആ ഭക്തന്മാരുടെ ദൈവം എന്തിയെ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്താൽ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാവിയിൽ, നിന്റെ ഭവനത്തിന് വെളിപ്പെടുവാൻ തക്കണം. അവന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിന്റെ വിശ്വാസം സ്ഥിരമായിരിക്കട്ടെ. ദ പെർഫെക്റ്റ് ഫെയ്ത്ത്, നിന്റെ വിശ്വാസം പൂർണ്ണമായിരിക്കട്ടെ. ഓ, 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ ശക്തിയോടെ. പെർസിവറൻസ്, സ്ഥിരത. 2 ലവ്, സ്നേഹം. 3 ഹോളിനെസ്, വിശുദ്ധി. 4 സ്തോത്രം, വിശ്വാസം. എന്തിനു വേണ്ടി? പെർഫെക്ഷന് വേണ്ടി. യോഹന്നാൻ സുവിശേഷം 17:23 സ്തോത്രം 5-ാമത്തെ കാര്യം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. എന്തിൽ തികയണം? പെട്ടെന്ന് പറഞ്ഞേ. ഐക്യത്തിൽ. എന്തിൽ തികയണം? ഐക്യത്തിൽ തികയണം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, എന്തോ തികയണം? ഐക്യത്തിൽ തികയണം. ഓ, പെർഫെക്ഷൻ ഇൻ യൂണിറ്റി. കേൾക്കണം ദൈവസഭ, തിരുവനന്തപുരം ദൈവസഭ കേൾക്കണം കേട്ടോ. സ്തോത്രം. ഐക്യത്തിൽ തികയണം, ഐക്യത്തിൽ തികയണം, ഐക്യത്തിൽ തികയണം. സ്തോത്രം. ഓ, യേശു കർത്താവിന്റെ പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ്. യോഹന്നാൻ 17-ന്റെ പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. The longest prayer, one of the longest prayer in the Holy Bible, one of the longest prayer in New Testament. പുതിയ നിയമത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രാർത്ഥനയാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. ഇതൊരു സാധാ പ്രാർത്ഥനയല്ല. പഴയ നിയമത്തിൽ മോശ പ്രാർത്ഥിച്ചു, കണ്ണുനീർ പുറത്തു വന്നു. എലീശ പ്രാർത്ഥിച്ചു, കണ്ണുനീർ പുറത്തു വന്നു. എസ്തേർ പ്രാർത്ഥിച്ചു, കണ്ണുനീർ പുറത്തു വന്നു. പഴയ നിയമത്തിൽ ഭക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീർ പുറത്തു വന്നു. എന്നാൽ ഗദശമനയിൽ യേശു പ്രാർത്ഥന കേൾക്കുന്നവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീരല്ല പുറത്തു വന്നത്, രക്തവുമല്ല പുറത്തു, സ്തോത്രം, വിയർപ്പുമല്ല പുറത്തു വന്നത്, കണ്ണുനീരല്ല പുറത്തു വന്നത്, സ്തോത്രം, വിയർപ്പുമല്ല പുറത്തു വന്നത്, രക്തം തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കി. പഴയ നിയമത്തിൽ ഭക്തന്മാരുടെ കണ്ണുനീർ പുറത്തു വന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രക്തം പുറത്തു വന്ന പ്രാർത്ഥനയായിരുന്നു മഹാപുരോഹിത പ്രാർത്ഥന. സ്തോത്ര. ഗദശമന തോട്ടത്തിൽ ആ അർദ്ധരാത്രിയിൽ കരയിൽ കിടക്കുന്ന മനുഷ്യൻ പോലെ പെടഞ്ഞ് കേക്ക് കണ്ണു തുറന്ന് കേക്ക്. സ്തോത്രം. പെടഞ്ഞ് പ്രാർത്ഥിച്ചത് ഭിന്നിപ്പാനല്ല പ്രാർത്ഥിച്ചത്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരെയും ഒന്നാക്കണമേ. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കണമേ. ക്രൈസ്റ്റ് സെന്റർ കേൾക്കണം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് ചർച്ച് ബാലയല്ല, തേജസിന്റെ വചനമാണ്. യേശുവിന്റെ നാമത്തിൽ ചർച്ചിനെ ഭിന്നിപ്പിക്കുന്ന ദുരാത്മാവേ, ചർച്ചിനെ ഭിന്നിപ്പിക്കുന്ന സാത്താനെ, സഭയെ പിച്ചിച്ചിന്ന അന്ധകാര ശക്തിയെ, ചെകുത്താനെ, നീ തോറ്റവനാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഇന്ന് പകൽ ദൈവകൃപയാൽ കഴിഞ്ഞ 30 വർഷമായി ഈ ശബ്ദത്തെ അടക്കുവാൻ ഒത്തിരി ചെകുത്താന്മാർ നോക്കിയതാ, ഒത്തിരി മനുഷ്യർ നോക്കിയതാ. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ പിടയ്ക്കുന്ന രോഗങ്ങളും ബലഹീനതകളും എനിക്കുണ്ടായിരുന്ന ഒറ്റ മനുഷ്യനറിയാതെ ദൈവത്തിന്റെ കൃപയാൽ തമ്പുരാൻ നിർത്തിയെങ്കിൽ ഇന്ന് പകരം ദൈവകൃപയാൽ ഞാൻ നിന്നെ നോക്കി പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ സഭയെ പിച്ചു ചിന്തുന്നത് മാനുഷികമല്ല, പൈശാചികം. ശാസിക്കതിനെ
ശ്വാസിക്കതിനെ ശ്വാസിക്ക്. ഹല്ലേലൂയ. നിങ്ങളെ തിരുവനന്തപുരം, ഞങ്ങള് കൊല്ലം, മറ്റവര് പത്തനംതിട്ട, അതിനപ്പുറത്ത് ആലപ്പുഴ, അതിനുമേലെ എറണാകുളം. യേശുവിന്റെ നാമത്തിൽ സഭയെ സാത്താൻ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നു, വിഭാഗം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നു, പണം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നു, ക്ലാസ് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നു. എന്നാൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ഭിന്നിപ്പിച്ച് ഭരിക്കാം എന്ന് പറയുന്നത് പൈശാചികമെങ്കിൽ ഒന്നിപ്പിച്ച് നേടാമെന്ന് പറയുന്നത് ദൈവികമത്രേ. യേശുവിന്റെ നാമത്തിൽ വേർപാടിന്റെ മതിലുകൾ തകർന്നു മാറട്ടെ. വേർപാടിന്റെ മതിലുകൾ തകർന്നു മാറട്ടെ. അഭിഷേകം നുകങ്ങളെ തകർക്കട്ടെ. അഭിഷേകം മതിലുകളെ ഉടക്കട്ടെ. അഭിഷേകം കമാൻ കരങ്ങളെ അടിച്ച്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സ്തോത്രം. വിദ്യാഭ്യാസം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗം പറഞ്ഞ് ദൈവസഭയെ സ്തോത്രം സാത്താൻ ഭിന്നിപ്പിക്കുമ്പോൾ തിരുവചനം പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധ വചനം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പറയുന്നു, നാമോ ഒരു ജാതിയും വിശുദ്ധ വർഗവും സ്തോത്രം. അതേ, നാമോ ഒരു ജാതിയും വിശുദ്ധ വർഗവും സ്തോത്രം ദൈവജനവും മാത്രമേ. പല ജാതി എന്നല്ല, ഒരു ജാതി. 7 പേരെ തൊട്ട് പറഞ്ഞ ഒരു ജാതി. പെട്ടെന്ന് പറ. ഇതിനകത്ത് ജാതി പറയുന്നവനെല്ലാം പുറത്തു പോകും, ജഡീകനെല്ലാം പുറത്തു പോകും. സ്തോത്രം. ആത്മീയർ മാത്രം ദൈവകൃപയിൽ നിൽക്കും. ഹല്ലേലൂയ. 10,000 ജഡീകന്മാർ കൂടുന്നതിനേക്കാൾ 10 ആത്മീയരുണ്ടെങ്കിൽ അതിന്റെ പേര് ശ്രീമൂലം ക്ലബ് അല്ല, ട്രിവാൻഡ്രം ക്ലബ് അല്ല, ദൈവസഭയത്രേ. ഫിനിഷ്, ഫിനിഷ്, ഫിനിഷ്. പെർഫെക്റ്റ് ക്രിസ്ത്യൻ, പെർഫെക്റ്റ് ക്രിസ്ത്യൻ, പെർഫെക്ഷൻ. സ്തോത്രം. അവന്റെ ശബ്ദം സ്തോത്രം. അതെ, അവന്റെ ശബ്ദം ഐക്യതയുടെ ശബ്ദമായിരിക്കുക. ദൈവകൃപയാൽ സ്തോത്രം. അതെ, വളരെ താഴ്മയോടെ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭ സ്ഥാപിച്ചപ്പോൾ ഇവിടെയുള്ള മുഴുവൻ പാസ്റ്റർമാരും പറഞ്ഞു, തീർന്നു. യവന്റെ വിളി പോയി, യവന്റെ തെരഞ്ഞെടുപ്പ് പോയി. യവൻ ഒരു അമ്മമ്മ എങ്ങനെയാണ് ചോദിച്ചത്, സ്തോത്രം, അവൻ ഇവാഞ്ചലിസ്റ്റ് അല്ലയോ, അവനെ ആരാ പാസ്റ്ററാക്കിയത്? ബേക്കറി ജംഗ്ഷനിലിരുന്ന് ചോദിച്ച അമ്മമ്മ ഇന്ന് അവിടെ ഇല്ല. സ്തോത്രം. ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, നമ്മൾ വന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ദൈവം നമ്മെ നിർത്തിയതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ശബ്ദം ക്രൈസ്റ്റ് സെന്ററിന്റെ ശബ്ദമാകല്ല്, നിന്റെ ശബ്ദം ചർച്ച് ബൈലോയുടെ ശബ്ദമാകല്ല്, നിന്റെ ശബ്ദം മനുഷ്യ ശബ്ദമാകല്ല്, നിന്റെ ശബ്ദം ദൈവ ശബ്ദം, നിന്റെ ശബ്ദം ദൈവ ശബ്ദം, പരീശന്റെ ശബ്ദമല്ല. നിന്നെക്കാൾ വചനം പിശാചനറിയാം. പരീശന്റെ ശബ്ദമല്ല, നിന്റെ ശബ്ദം ദൈവ ശബ്ദമാകട്ടെ. It will be always the ശബ്ദം of unity. It will be always the sound of unity. അതെപ്പോഴും സ്തോത്രമായ ഐക്യതയുടെ ശബ്ദമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വന്നേ, ഈ സിറ്റിയിൽ ചർച്ച ആരംഭിച്ചു അന്നേ പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടെ നിന്ന് ഒറ്റ സഭയിൽ നിന്ന് വരുന്നതായ മറ്റൊരുത്തനെ സ്തോത്രം നമ്മളിവിടെ വിളിച്ചു കയറ്റത്തില്ല. 30 കുടുംബം 40 കുടുംബം. ബ്രദറെ, ഞങ്ങൾ ഇങ്ങോട്ട് വരട്ടോ, ഞങ്ങൾ ഇത്രയും വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സ്തോത്രം, വന്നു കയറട്ടോ. ഞാൻ അവരെ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് സർക്കസ് കമ്പനി അല്ല. ഒറ്റ ദൈവദാസന്റെ ഹൃദയത്തെ തകർത്തു വരുന്നവൻ സ്തോത്രം ഇതിനകത്ത് കയറല്. ഒറ്റ ദൈവദാസനെ സ്തോത്രം തകർത്തു വരുന്നവന് ഇതിനകത്ത് കയറല്. അർത്ഥം അതിന്റെ പേരെന്തെന്നറിയോ? ദൈവദാസന്മാരെ ഹൃദയത്തിൽ തകർത്തു പോകുന്നവന്റെ പേര് സ്തോത്രം. അതെ, കൊമ്പിൽ രക്തമുള്ളതായ അതെ സ്തോത്രം. എന്തോ കാളയാ? മൊരട്ട് കാളയാണ്. കൊമ്പിൽ രക്തമുള്ളതായ മൊരട്ട് കാളയാണ്. എന്തോ മനസ്സിലായി? സ്തോത്രം. തമിഴ്നാടിന്റെ അതെ ഒരു കലാരൂപമാണ് കാളപ്പോര്. അവൻ കുത്തിയിട്ട് പോകുന്നത് സ്തോത്രം മൃഗത്തെയല്ല, ദൈവദാസന്റെ ഹൃദയത്തെ തകർത്ത് പോകുന്ന മൊരട്ട് കാളകൾ കൊണ്ടുവരുന്നത് അവൻ ഒറ്റയ്ക്കല്ല. സ്തോത്രം. അവിടെ കലക്കിയിട്ട് വരുന്നവൻ ഇവിടെയും കലക്കും. അതുകൊണ്ട് അടിസ്ഥാനം സ്നേഹമാകട്ടെ. ദൈവദാസന്മാരെ ഹൃദയത്തെ ചങ്ക് തകർത്തിട്ട് വരുന്നവരെ, അത് നിനക്ക് ഒരിക്കലും നന്നല്ല. കേൾക്കണം. സ്തോത്രം. നിങ്ങളുടെ ശബ്ദം ഐക്യതയുടെ ശബ്ദമായിരിക്കണം. നിങ്ങളുടെ ശബ്ദം സ്നേഹത്തിന്റെ ശബ്ദമായിരിക്കണം. ഞാൻ ചെയ്യിപ്പിച്ചോണ്ട് ഈ സിറ്റിയിൽ സ്തോത്രം, ഈ സിറ്റിയിൽ റെക്കൻസിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ ദൈവദാസന്മാരുമായി പിരിഞ്ഞു നിൽക്കുമ്പോൾ അർദ്ധരാത്രി വരെ പാസ്റ്റർമാരെ വീട്ടിൽ ചെന്നിരുന്ന് കൗൺസിൽ ചെയ്ത് അയാളടുത്തും സംസാരിച്ച് അവരുടെ സംസാരിച്ച് സ്തോത്രം. ഞാൻ രണ്ടറ്റവും പിടിച്ചു കെട്ടി ഇന്നും ആ ചർച്ചിൽ പോകുന്നുണ്ട്. ഇന്നും അവർ ആ ചർച്ചിൽ പോകുന്നുണ്ട്. കാരണം നമ്മുടെ പേര് മിനിസ്റ്റേഴ്സ് ഓഫ് റീകൺസിലിയേഷനാ. നമ്മൾ കൂട്ടിയടിപ്പിക്കുന്നവരല്ല. ഓ അച്ചായ സ്തോത്രം, വാ, അയാൾ ആ കുഴപ്പമുള്ളവനാ, വാ കൂട്ടിലകത്താക്കാം. നടക്കത്തില്ല മക്കളെ. ഇത് തിരുവനന്തപുരം, ഇത് ക്ലബല്ല, ഇത് ദൈവത്തിൻ്റെ സഭയാ. പെർഫെക്ഷൻ.
if you are a perfect man of God, if you are a perfect Christian, സ്തോത്രം, show me. അതൊന്ന് തെളിയിക്ക്. അതെങ്ങനെയാ തെളിയിക്കേണ്ടേ? സ്തോത്രം, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ സ്തോത്രം എവരെയും ഒന്ന് ഒന്നാക്കണമേ. ഇവിടത്തെ സ്തോത്രം ഒരു പാർട്ടിക്കും ജാതി പറഞ്ഞ രണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ പെന്തിക്കോസുകാര് സ്റ്റേറ്റുമായി ഡിവിഷനുമായി. വാ, എന്താ കാര്യം? ജാതി പറഞ്ഞിട്ട്. ബാക്കി ഡീറ്റെയിൽ പറയാൻ സ്തോത്രം എനിക്ക് നേരെയില്ല. ഇവിടെ ജാതി പറഞ്ഞ സഭകൾ രണ്ടായിട്ടുണ്ട്. ഇവിടെ ജാതി പറഞ്ഞ സ്തോത്രം ഓർഗനൈസേഷൻ രണ്ടായിട്ടുണ്ട്. ഇവിടെ ജാതി പറഞ്ഞ സംഘടനകൾ രണ്ടായിട്ടുണ്ട്. ഷേം, ഷേം. ജാതി പറഞ്ഞ നിങ്ങളും ഞങ്ങളും, നിങ്ങളുടെ കല്യാണം ഞങ്ങളുടെ വിവാഹം, നിങ്ങളുടെ കൊഞ്ചുകറി ഞങ്ങളുടെ ചെമ്മീൻ കറി. എടോ, രണ്ട് ഒന്നാടോ? ഹല്ലേലൂയ, രണ്ട് വന്നോ? സ്തോത്രം. നമുക്ക് പല അപ്പന്മാരില്ല, നമുക്ക് ഒരപ്പൻ അത്രേ ഉള്ളത്. ഇതിനകത്ത് ജാതി പറയുന്ന ഏതവനുണ്ടെങ്കിലും, എത്ര വലിയവനായാലും, ഇതിനകത്ത് ജാതി പറയുന്നവനെങ്കിൽ ധോണി സിക്സർ അടിച്ച് സ്റ്റേഡിയത്തിന് പുറത്ത് കളയുന്നത് പോലെ നീ പുറത്തു പോകുമെന്ന് ഇത് അവസാനം അറിയിപ്പാകുന്നു. കാരണം അനാത്മീയന്മാരുടെ പർദീസിയല്ല ദൈവത്തിൻ്റെ സഭ, ആത്മീയരുടെ ലെവലാണ്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പാലോടിനപ്പുറത്ത് ഏറ്റവും ട്രൈബൽ യൂണിറ്റിൽ നിന്ന് ചില സഹോദരങ്ങൾ വന്ന് ആരാധിക്കുന്നത്. എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരും 5 രൂപ തരുന്നവനും തുല്യമാണ്, 5 ലക്ഷം തരുന്നവനും തുല്യമാണ്. അവന് 5 രൂപയാണ് വലുത്, മറ്റവൻ 5 ലക്ഷമാണ് വലുത്. നമ്മൾ പേഴ്സ് നോക്കിയല്ല ഒരുത്തനെ ശുശ്രൂഷിക്കുന്നത്, തകർന്ന ഹൃദയങ്ങൾ നോക്കി ഈ തലമുറയിൽ നമുക്ക് ശുശ്രൂഷിക്കാം. ഐക്യത, സ്നേഹം കേട്ടുവിടല്ലേ. ദേഷ്യമുള്ളവർ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. കുറച്ച് പേരുണ്ട്. തണുക്കട്ടെ, മഴ പെയ്ത് തണുക്കട്ടെ. ഫാസ്റ്റിംഗ് പ്രേയറിന് മുമ്പ് 2 മഴ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് പെയ്യട്ടെ. സ്തോത്രം. 1 സ്ഥിരത. സ്തോത്രം. അതെ, സ്ഥിരതയാണ് പെർഫെക്റ്റ് ക്രിസ്ത്യൻ്റെ ലക്ഷണം. 2 സ്നേഹം. 3 സ്തോത്രം, അതെ വിശുദ്ധി. 4 വിശ്വാസം. 5 ഐക്യത. 2 കൊരിന്ത്യർ 12:9. 2 കൊരിന്ത്യർ 12:9. സ്തോത്രം. പെർഫെക്റ്റ് സ്ട്രെങ്ത്. ഇംഗ്ലീഷിൽ എഴുതിയെടുക്കുക. പെർഫെക്റ്റ് സ്ട്രെങ്ത്. സ്തോത്രം. അതെ, 2 കൊരിന്ത്യർ 12:9 വായിക്ക്. അവൻ എന്നോട് കർത്താവ് എന്നോട് വായിക്ക്. എന്റെ കൃപ നിനക്ക് മതി, My grace is sufficient for thee. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പെർഫെക്റ്റ്. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ശക്തി പെർഫെക്റ്റ് ആയി നിന്നിൽ വെളിപ്പെടുന്നു. നിന്നിൽ വെളിപ്പെടുന്നതായ ദൈവശക്തി ഉണ്ടല്ലോ, it is perfect. That is enough. പൗലോസ് എന്ന ദൈവത്തിന്റെ ദാസൻ സ്തോത്രം റോഡിലൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി. ഹാൻഡ് കർച്ചീഫ് കൊടുത്തപ്പോൾ അത്ഭുത അടയാളങ്ങൾ നടന്നു. മറ്റുള്ളവർക്ക് വിടുതൽ, മറ്റുള്ളവർക്ക് ശക്തി, മറ്റുള്ളവർക്ക് സൗഖ്യം, അത്ഭുത അടയാളം മറ്റുള്ളവർ നടക്കുന്നു. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കേണ്ടി പോലും വന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി 3 ദിവസം 7 ദിവസം തന്നെ ഇരുന്ന് ഉപവസിക്കേണ്ടി വന്നില്ല. ഞാനിത് പകൽക്കാലം പറയട്ടെ, ശമ്പള ഡേറ്റ് അനുസരിച്ച് അമ്മാമ്മേ 3 ദിവസം വന്നിരുന്ന് ഉപവസിക്കട്ടോ എന്ന് പറയുന്നവൻ നിന്റെ പേഴ്സാണ് നോക്കുന്നത്, നിന്റെ ഹൃദയമല്ല നോക്കുന്നത്. വഞ്ചിക്കപ്പെടല്ല. സോ വാട്ട് ഹാപ്പൻ? പൗലോസ് 3 ദിവസം 7 ദിവസം ഒന്നും ഉപവസിച്ചില്ല. ഹി വാസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ഒറ്റ വാക്ക് മതി, ഭൂതം പോയി, രോഗം മാറി, കൊടുങ്കാറ്റ് പോലെ ദൈവകൃപയിൽ മുന്നോട്ട് പോയി. മറ്റുള്ളവരുടെ ആവശ്യത്തിന് താൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. അത്രയ്ക്ക് ദൈവ ശക്തിയാൽ നിറയപ്പെട്ടവനാണ് പൗലോസ്. പക്ഷേ സ്വന്തം കാര്യത്തിൽ പറഞ്ഞു നോക്കി നടന്നില്ല. 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കി നടന്നില്ല. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കി നടന്നില്ല. 3-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ട് പറഞ്ഞു, ഓഹോ, നീ മറ്റുള്ളവരിൽ വിടുതൽ കണ്ടല്ലേ, മറ്റുള്ളവർക്ക് ഞാൻ നിന്നെ അത്ഭുതമായി പ്രയോജനപ്പെടുത്തി. പിന്നെ നിന്നെ ജഡത്തിൽ വലിയൊരു പാരയുണ്ടല്ലേ, ജഡത്തിൽ വലിയൊരു ശൂലം ഉണ്ടല്ലേ, ആ പാര മാറ്റുമെന്നല്ല തമ്പുരാൻ പറഞ്ഞു. അതവിടെ തുടരും. ആ പാര മാറത്തില്ല, അതവരെ തുടരും. പക്ഷേ ആ പാരയെ തോൽപ്പിക്കുന്ന ഒരു ശക്തി, ആ പാര ഉണ്ടെന്ന് പോലും നാട്ടുകാരും അറിയില്ല, നീയും അറിയത്തില്ല. പാര ഉണ്ടെന്ന്, ആ പ്രശ്നം ഉണ്ടെന്ന്, ആ ശൂലം ഉണ്ടെന്ന് നീ പോലും അറിയത്തില്ല. പണ്ടൊരാൾ പ്ലെയിനിൽ സ്തോത്രം സഞ്ചരിക്കാൻ കയറി. പെട്ടെന്ന് തൊപ്പിയെടുത്ത് ബാഗിനകത്ത് വെക്കുന്ന ആ ധൃതി കണ്ടിട്ട് അടുത്തിരുന്ന ആൾ ചോദിച്ചു, എന്താ സാറേ പെട്ടെന്ന് തൊപ്പിയെടുത്തകത്ത് വെക്കുന്നത്? അത് പ്ലെയിൻ വേഗത്തിൽ പോകുമ്പോൾ ഈ തൊപ്പി പറന്നു പോകാൻ സാധ്യതയുണ്ട്. പ്ലെയിൻ വേഗത്തിൽ പോകുമ്പോൾ
തൊപ്പി പറന്നു പോകാൻ സാധ്യതയുണ്ട്. ആരാണ്ട് എന്നെ തുറച്ച് നോക്കി, അതങ്ങനെയല്ലയോ, എന്നെ കുഴപ്പം എന്നാണ് പലരും ചോദിക്കുന്നത്. 900 km/h സ്തോത്രം പ്ലെയിൻ പോകുമ്പോൾ അറിയത്ത് പോലുമില്ല. നിൻ്റെ തൊപ്പി പോയിട്ട് നിൻ്റെ മുടി പോലും പറന്നു പോകത്തില്ല, അറിയത്തില്ല. ഈ സംഭവം ഇത്ര വേഗതയിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല എന്ന പോലെ അതിൻ്റെ പേരാണ് ദൈവകൃപ. പുറത്ത് ഭയങ്കര തണുപ്പാണ്, പുറത്ത് വലിയ പ്രശ്നമാണ്, പക്ഷേ കൃപ തന്ന് അവൻ നിന്നെ ലജ്ജിപ്പിക്കാതെ നടത്തും. എന്തോ സംഭവിക്കും, എന്തോ വരും, എന്തോ ആയിത്തീരും എന്ന് ഭൂതക്കണ്ണാടി വെച്ച്, സൂക്ഷ്മദർശിനി വെച്ച്, മൈക്രോസ്കോപ്പ് വെച്ച് ഒക്കെ നോക്കുന്നതായ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയെ മാത്രമേ അവർ കാണത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ imperfect grace, but it is a perfect strength. അത് പൂർണ്ണമായ ദൈവത്തിൻ്റെ കൃപയാണ്. അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. അതെ, ഒരിക്കൽ കൂടെ ഞാൻ പെട്ടെന്ന് പറയട്ടെ. നമ്പർ 1 സ്ഥിരത, 2 സ്നേഹം, 3 വിശുദ്ധി, 4 വിശ്വാസം, 5 ഐക്യത, സ്തോത്രം, 6 അതെ ദൈവകൃപ അല്ലെങ്കിൽ ദൈവിക ബലം, 7ാമതായി ഒടുവിലായി സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുമ്പോൾ ഏത് പുസ്തകം പറയുന്നു? സ്തോത്രം, ഗുഡ് വർക്ക്സ്, നന്മ ചെയ്തും കൊണ്ട് അവൻ ചുറ്റി സഞ്ചരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കാൻ നേരെ അല്ലാത്തതുകൊണ്ട് ആ വാക്യം പറഞ്ഞു പോകട്ടെ. സ്തോത്രം. പിതാവായ ദൈവം നസറേയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, who was doing good and healing all those who are oppressed by the devil, because God was with him. സ്തോത്രം. അതെ, he was doing good. അവൻ നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. എന്തോ കരങ്ങളാണ് ഇത്? നന്മ ചെയ്യുന്ന കരങ്ങളാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഇത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്വന്തം കരത്ത് നോക്കി പറ, ഇത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ അനേക വിധവമാരെ ഈ കരങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അനേക കരയുന്നവരെ ഈ കരങ്ങൾ തുടയ്ക്കും വേണ്ടി പോകുന്നു. അനേക മുറിവേറ്റ് വരുന്നവരെ ഈ കരങ്ങൾ മുറിവ് കെട്ടുവാൻ വേണ്ടി പോകുന്നു. അനേകർക്ക് നീ ഒരു ആശ്വാസമാകാൻ പോകുന്നു. കാരണം നീ കരഞ്ഞപ്പോൾ ആരും വന്ന് ആശ്വസിപ്പിച്ചില്ല. അതുകൊണ്ട് നിനക്ക് കണ്ണുനീരെന്തെന്നറിയാം, നിനക്ക് വേദന എന്തെന്നറിയാം, നിനക്ക് ദുഃഖം എന്തെന്നറിയാം, നിനക്ക് ഏകാന്തത എന്തെന്നറിയാം, നിനക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ വില എന്തെന്ന് അറിയാം, നിനക്ക് പെയിൻ എന്തെന്നറിയാം. ദൈവം നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. കണ്ണമ്മൂല സെമിനാരിയിലല്ല ദൈവം നിന്നെ പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴിത്താരകളിൽ ദൈവം നിന്നെ പഠിപ്പിച്ചത് കൊടുങ്കാറ്റിൽ നിന്ന് കയറി വരുന്നവർക്ക് ഒരു മന്ദമാരുതനായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. യെസ്, ഗുഡ് വർക്ക്, ഗുഡ് വേർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ വീടിൻ്റെ പേര് മാറി. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, എൻ്റെ വീടിൻ്റെ പേര് മാറ്റി. പെട്ടെന്ന് പറ, ആ വീടിൻ്റെ പേര് മാറ്റി. പെട്ടെന്ന് പറ, വീടിൻ്റെ പേര് മാറ്റി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിൻ്റെ വീടിൻ്റെ പേര് മാറ്റി. നീ ഇന്ന് സ്തോത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പുന്നവളയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഗ്രേസ് വില്ലയിൽ നിന്നായിരിക്കാം. ഏത് വില്ലയിൽ നിന്ന് വന്നാലും, ഏത് വിളയിൽ നിന്ന് വന്നാലും, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കർത്താവ് നിൻ്റെ വീടിൻ്റെ പേര് മാറ്റി ആശ്വാസ ഭവന. നിൻ്റെ ഭവനം അനേക ആ ജീവിതങ്ങൾക്ക് ആശ്വാസത്തിന്റെ ഭവനമാണ്. ആശ്വാസ ഭവനത്തിലാണ് നീ പാർക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആശ്വാസ ഭവനത്തിൽ ഇന്ന് പകലിതാ ദൈവത്തിന്റെ മഴ പെയ്തിറങ്ങിയാണ്. ആശ്വാസ ഭവനം. സ്തോത്രം. അനേകർക്ക് നന്മ ചെയ്യുവാൻ നിന്റെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തുന്നു. നിൽക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം. 7 മാർക്സ് ആണ്, അല്ലെങ്കിൽ 7 സയൻസ് ആണ്, അല്ലെങ്കിൽ 7 ലക്ഷണങ്ങളാണ് പെർഫെക്ഷൻ. നീ ചോദിക്കും, ആ പെർഫെക്ഷനിൽ എത്തിച്ചേരാൻ ഞാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. നമ്പർ 1, പരിശുദ്ധാത്മാവ് ചലിപ്പാനായി അനുവദിക്ക്. ഉൽപ്പത്തി പുസ്തകം 1:2. സ്തോത്രം. അതെ, തകർച്ചയാണ് മക്കളെ, പാടാണ്, ശൂന്യമാണ്, ഇരുളാണ്. പാട്, ശൂന്യം, ഇരുള്. പാട്, ശൂന്യം, ഇരുള്. 3 പ്രധാനപ്പെട്ട സ്തോത്രം പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭൂമി മുഴുവൻ പാടാണ്, ഭൂമി മുഴുവൻ ശൂന്യമാണ്, ഭൂമിയിൽ ആകമാനം ഇരുളാണ്. പാടാണ്, ശൂന്യമാണ്, ഇരുളാണ്. സാരമില്ല, ദൈവത്തിന്റെ ആത്മാവിത പരിവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത പരിവർത്തിക്കുകയാണ്. നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ, നിന്നിൽ ദൈവാത്മാവിൽ പരിവർത്തിച്ചാൽ, നീ ഒരു ഇംപെർഫെക്റ്റ് അല്ല. പരിശുദ്ധാത്മാവ് നീ പോലും അറിയാതെ നിന്നെ പെർഫെക്ഷനിലേക്ക്, നിന്നെ പൂർണ്ണതയിലേക്ക് അവൻ നിന്നെ തള്ളിക്കൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. കരങ്ങളി അടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മോർണിംഗ് സർവീസിന് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോട്ടെ. മോർണിംഗ് സർവീസിന് ബിഗിനിങ്ങിലാണ് പറഞ്ഞത്, യേശു കർത്താവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ കർത്താവ് നിന്റെ ഹൃദയത്തിൽ വന്നു, അല്ലെങ്കിൽ കർത്താവ് നിന്റെ ആത്മാവിൽ വന്നു. നിനക്കൊരു പ്രാണനുണ്ട്, നിനക്കൊരു ശരീരമുണ്ട്. നിന്റെ 3-1 ആത്മാവ്, നിന്റെ 3-1 പ്രാണൻ, നിന്റെ 3-1 ശരീരം. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ആത്മാവിൽ യേശു വന്നു. അർത്ഥം നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിന്റെ ഹൃദയത്തിൽ കർത്താവ് കടന്നു വന്നു. ഏത് കർത്താവ്? പെർഫെക്റ്റ് കർത്താവ്. സ്തോത്ര, പെർഫെക്ഷൻ.
God of perfection already there entered in your soul. നിന്റെ ഹൃദയത്തിൽ പെർഫെക്റ്റ് ആയ കർത്താവ് വന്നത് കൊണ്ട് 33% നീ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. അയ്യോ ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലായില്ല? 33% നീ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നിന്റെ മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാഹളം കേൾക്കും, മരിച്ചുപോയി ഉയർക്കും, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അപ്പോൾ നിന്റെ ശരീരത്തിലും പെർഫെക്ഷൻ വെളിപ്പെടും. പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു നാൾ ഞാൻ പെർഫെക്റ്റ് ആകും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം അതേ ഫസ്റ്റ് സ്റ്റെപ്പ്, allow the Holy Spirit open all your windows and ventilators in Jesus name. എല്ലാ വാതിലുകളും വാതായനങ്ങളും പരിശുദ്ധാത്മാവ് ചലിപ്പാനായി ദൈവത്തിന്റെ കൃപയാൽ തുറന്നിട്ടോട്ടെ. ദൈവാത്മാവ് ചലിക്കട്ടെ. പാടും ശൂന്യവും സ്തോത്രം ഇരുളുമായിരിക്കാം. പരിശുദ്ധാത്മാവ് ചലിച്ചപ്പോൾ ആകാശവും ഭൂമിയും മനോഹരമായ സൃഷ്ടികളാൽ നിറയപ്പെട്ടതുപോലെ പെർഫെക്ഷൻ യേശുവിന്റെ നാമത്തിൽ നിന്നിൽ വെളിപ്പെടട്ടെ. നിന്റെ ശൂന്യതകൾക്ക് സ്ഥാനമില്ല, പാടിന് സ്ഥാനമില്ല, പകരം പെർഫെക്ഷൻ നിന്നിൽ വെളിപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്പർ 2, നിന്നെ പെർഫെക്റ്റ് ആക്കുന്നത് 1 ദൈവാത്മാവെങ്കിൽ 2 ദൈവത്തിന്റെ വചനമാണ്. 2 ദൈവത്തിന്റെ വചനമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം വാളാണ്. ദൈവത്തിന്റെ വചനം വാളാണ്. വാൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കുത്തുന്നു, മറ്റൊന്ന് വെട്ടുന്നു. വാൾ കൊണ്ട് കുത്തുന്നു, മറ്റൊന്ന് വാൾ കൊണ്ട് വെട്ടുന്നു. എങ്ങനെ പറയാൻ കഴിയും? അപ്പോസ്തലൻ 32 അപ്പോസ്തലൻ 32 ഏത് പുസ്തകം പറയുന്നവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കാരണം പത്രോസ് പറഞ്ഞത് അമ്മായിയമ്മയുടെ ചരിത്രമല്ല. പത്രോസ് പറഞ്ഞത് സ്തോത്രം അതേ അമ്മായിയമ്മയുടെ പനിയുടെ ചരിത്രമല്ല. പത്രോസ് പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞത്. വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സോ വചനം ഹൃദയത്തിൽ കുത്തുന്നു. 2, ഇംപെർഫെക്റ്റ് ആയ നിന്റെ ജീവിത മേഖലകളെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റി, വാൾ കൊണ്ട് വെട്ടിമാറ്റി നിന്നെ പെർഫെക്റ്റ് ആക്കുന്നു. ദൈവവചനം നിന്നെ പെർഫെക്റ്റ് ആക്കുന്നു. അയ്യോ ബ്രദറെ, സ്തോത്രം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ളതോ ബുധനാഴ്ച അതേ വൈകിട്ടുള്ളതോ രണ്ടുമല്ല. നീ കുത്തിയിരിക്കുന്നു, നീ വായിക്കുന്നു, നീ ധ്യാനിക്കുന്നു, നീ പഠിക്കുന്നു, നീ വചനം പറയുന്നു. വചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നു. വചനം നിന്റെ അവസ്ഥ മാറ്റുന്നു. വചനം നിന്നെ പ്രാകൃതനല്ല, തിരുവനന്തപുരംകാരനല്ല. വചനം നിന്നെ ദൈവ പൈതലാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ട്യൂഷൻ ക്ലാസ് തന്നത്, സ്കൂൾ തന്നത്, മാസ്റ്റർമാർ തന്നത്, അധ്യാപകർ തന്നത്, സ്തോത്രം. ടീച്ചർ തന്നത്, സാറ് തന്നത്, അപ്പൻ തന്നത്, അമ്മ തന്നത്, കൊച്ചപ്പൻ തന്നത്, അങ്കിള് തന്നത്, ആന്റി തന്നത്, മനുഷ്യൻ നിന്റെ മേലിട്ടതായ സകല ജങ്കിനെ വെട്ടിമാറ്റി സെയിം ആസ് ജീസസ്. യേശു കർത്താവിനെ പോലെ നിന്നെ പെർഫെക്റ്റ് ആയി നിർത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ഒരേ ഒരു വാക്യം ആദ്യം എഴുതിക്കേ. എബ്രായ ലേഖനം 2-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 2. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എബ്രായർ 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. കഷ്ട അനുഭവങ്ങളാൽ തികഞ്ഞവൻ. നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ നേതാവിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം പട്ടുമത്തയിൽ കിടന്നുരുണ്ടവനല്ലെന്ന്. നിങ്ങളുടെ നേതാവ് അവൻ ബോളിവുഡിലേക്കും ഹോളിവുഡിലേക്കും കോളിവുഡിലേക്കും കേളിവുഡിലേക്കും നടന്നവനല്ല. അവൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാകേണ്ടതിന്. സ്തോത്രം. 3-ാമതായി നിന്നെ പെർഫെക്റ്റായി തമ്പുരാന്റെ സന്നിധിയിൽ നിർത്തുന്നതാണ് കഷ്ടത. രാവിലെ എഴുന്നേറ്റ് കഷ്ടം തരണേ കഷ്ടം എന്നൊന്നും തട്ടി വിളിക്കണ്ട. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും ഉപദ്രവം ഉണ്ടാകുക. നേരെ ദൈവഹിതത്തിൽ ജീവിച്ചാൽ മാത്രം മതി. നേരെ ദൈവഹിതത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ കഷ്ടത വരും. ആ കഷ്ടത അറിയാതെ ഒഴിഞ്ഞു പോകും. ആ കഷ്ടത ഒഴിഞ്ഞു പോകുമ്പോൾ പെർഫെക്റ്റായി ദൈവകൃപകൾ നീ പുറത്തു വരും. എഴുന്നേറ്റതല്ല. ആ കഷ്ടത അറിയാതെ വരും. ആ കഷ്ടത അറിയാതെ ഒഴിഞ്ഞു പോകും. ആ കഷ്ടത നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ പെർഫെക്റ്റായി ദൈവത്തിൻ്റെ കൃപയിൽ നീ പുറത്തു വരിക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കഷ്ടം കണ്ടുമുട്ടിയവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കഷ്ടത്തെ കണ്ടുമുട്ടിയവർ കരങ്ങൾ റിയലി കഷ്ടത്തെ കണ്ടുമുട്ടിയവർ ആ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ആ കഷ്ടത്തെ കണ്ടുമുട്ടിയവർ, ആ കഷ്ടത എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ് മക്കളെ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എക്സാമിനേഷൻ ഉണ്ട്. പക്ഷേ ഈ വർഷം
പഠിച്ച ക്ലാസ്സിലല്ല അടുത്ത വർഷം വീണ്ടും അവർ പോകുന്നത്. ആ 8Aയിലും 9Bയിലും 10Cയിലുമല്ല അടുത്ത വർഷം അവർ പോകുന്നത്. അടുത്ത വർഷം അവർ പോകുന്നത് അടുത്ത ക്ലാസ്സിലേക്കുന്നത് പോലെ ഏതെങ്കിലും കഷ്ടത്തിലൂടെ, ഏതെങ്കിലും കണ്ണുനീരിലൂടെ, ഏതെങ്കിലും ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നതെങ്കിലും മനസ്സിലാക്കണം, അടുത്ത വർഷം മാർച്ച് ആകുമ്പോൾ യേശു വന്നില്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന ലെവലിലല്ല ഞാനും നീയും ദൈവകൃപകൾ നിൽക്കുവാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കഷ്ടതയുടെ തീച്ചുളയിലൂടെ നടന്നിറങ്ങിയ ചിലരെ എനിക്കറിയാം. ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻഡത്തിൽ ദ പീപ്പിൾ ദോസ് ഹു ആർ ഷൈനിങ് ലൈക്ക് എ ഗോൾഡ്, സ്തോത്രം, തിളങ്ങുന്ന സ്വർഗം പോലെ ദൈവരാജ്യയിൽ നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സെമിനാരിയിൽ നിന്നല്ല വന്നത്, ജീവിതത്തിൻ്റെ തീച്ചുളയിൽ നിന്നാണ് വന്നത്. സ്തോത്രം. 2 ദിനവൃത്താന്തം 4:21 വീട്ടിൽ പോയി വായിക്കണം. 4:21 2 ദിനവൃത്താന്തം കൊച്ചുബുത്തിയിലിരിക്കും, മറക്കത്തില്ല. 2 ദിനവൃത്താന്തം, 2 Chronicles chapter 4 verse 21. 2 ദിനവൃത്താന്തം 4:21 ദേവാലയത്തിൽ ഇരിക്കുന്ന ഒരു സ്വർണ്ണത്തെക്കുറിച്ച് പറയുന്നു. സ്തോത്രം. ദേവാലയത്തിൽ ഇരിക്കുന്ന സ്വർണം ശുദ്ധമായ സ്വർണം, പെർഫെക്റ്റ് ഗോൾഡ് എന്നാണ് പറയുന്നത്. പെർഫെക്ഷൻ ആണ് സബ്ജക്റ്റ്. പെർഫെക്റ്റ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ദേവാലയത്തിൽ ഇരിക്കുന്ന സ്വർണം. 2 ദിനവൃത്താന്തം 4:21. സ്വർണ്ണമേ, സ്വർണ്ണമേ, നീ ആലുക്കാസിലും ആലപ്പാട്ടിലും ജോസ്കയിലും കല്യാണിലും ഇരിക്കാതെ സ്വർണ്ണമേ, നീ എങ്ങനെയാ ദേവാലയത്തിൽ കയറിയത്? സ്വർണം പറയും, ആലപ്പാട്ടിലും ജോസ്കോയിലും കഴുത്തിലും കാതിലും ഇരിക്കുന്നത് 2 3 പ്രാവശ്യം തീയിലൂടെ കയറി ഇറങ്ങിയാൽ മതി. ഞാനുണ്ടല്ലോ 7 പ്രാവശ്യം തീയിലൂടെ കയറി ഇറങ്ങിയതാ. അതുകൊണ്ടാണ് ദേവാലയത്തിൽ ഇരിക്കുന്നത്. ആർക്കൊന്നും തോന്നുന്നില്ലയോ? 7 പ്രാവശ്യം, ഒരു 5 പ്രാവശ്യം ആകുമ്പോഴേ അത് ഭയങ്കരമായിട്ടങ്ങ് തിളങ്ങാൻ തുടങ്ങും. ഒരു 6 പ്രാവശ്യം അവ ചുറ്റുമുള്ള സകല കാര്യങ്ങളും അതിലങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. ഒരു 7 പ്രാവശ്യമാകുമ്പോൾ തട്ടാൻ്റെ മുഖം ആ സ്വർണത്തിൽ പ്രതിഫലിക്കും. തട്ടാനാകുന്ന കർത്താവിൻ്റെ പദ്ധതി നിന്നിലൂടെ വെളിപ്പെടുവാൻ ഒരു തീയിലൂടെ നീ പൊക്കൊണ്ടിരിക്കുന്നു. ഒരു തീച്ചുലയുടെ അനുഭവം നിന്റെ ജീവിതത്തിലായിരിക്കുന്നു. Let me tell you with a great guarantee. Let me tell you with 100% guarantee. You're not going to smash like an ash. നീ ഒരു ചാരമായി പോകത്തില്ല. നീ തിളങ്ങുന്നത്, നിന്നിലൂടെ പദ്ധതികൾ വെളിപ്പെടുന്നത് ഈ തലസ്ഥാനവും ദേശങ്ങളും കാണും. ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവനോട് സംസാരിക്കാമോ? 2 മിനിറ്റ് അവനോട് സംസാരിക്കാമോ? കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ച് ഒരു ഡിസൈനുണ്ട്. Not an imperfect design, but a perfect design. ഈ തലമുറയിൽ സഭ കേൾക്കാത്ത ഒരു ദൂതാണ് പെർഫെക്ഷൻ. സഭയ്ക്ക് രോഗശാന്തി അറിയാം, സഭയ്ക്ക് ഉണർവെന്ന് പറഞ്ഞാൽ അറിയാം. എന്നാൽ സഭയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് പെർഫെക്ഷൻ. മേക്ക് മീ പെർഫെക്റ്റ്. 2 കരങ്ങളെ ഉയർത്തി 1 മിനിറ്റ് പ്രാർത്ഥിക്കും. മേക്ക് മീ പെർഫെക്റ്റ്. അങ്ങേപോലെ എന്നെ പൂർണ്ണനാക്കണമേ. പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ശബ്ദം ഉയരട്ടെ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും വേണ്ട, അങ്ങില്ലാത്തൊരു പരിപാടി വേണ്ട. തീയിലൂടെ കയറി ഇറങ്ങുമ്പോൾ മെഴുകുകൾ മുഴുവൻ ഉരുകി ആ സ്വർണം മാത്രം നന്നായി തിളങ്ങുന്നത് പോലെ ലോകത്തിൻ്റെ മെഴുക, ജഡത്തിൻ്റെ മെഴുക ഉരുകി 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 മാറട്ടെ. വ്യക്തിയായി കുടുംബമായി ഞങ്ങൾ ജ്വലിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഒരുക്കിയാട്ടെ. അനുഗ്രഹമാക്കും. We are not ordinary people, but a complete man, a perfect man. കംപ്ലീറ്റ് ആയി നിൽക്കട്ടെ, പെർഫെക്റ്റ് ആയി നിൽക്കട്ടെ. വായു തുറന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പറയേണ്ടവർ പറഞ്ഞേ.
In the name of Jesus. Jesus name. Jesus name. Perfection. ഞങ്ങളറിയാതെ ഞങ്ങളെ മാറ്റും കർത്താവേ, ഞങ്ങളറിയാതെ ഞങ്ങളെ മാറ്റും. റാഹേലിനെ യാക്കോബിൽ നിന്ന് മാറ്റിയപ്പോൾ അവൻ കേട്ട വാഗ്ദത്തമാണ്, ഒറ്റപ്പെട്ട് നിന്നവൻ കേട്ട വാഗ്ദത്തമാണ്, നീ ഇസ്രായേൽ. നീ ഇസ്രായേൽ. ഫാദർ, ഇൻ ജീസസ് നെയിം ഐ പ്രേ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അങ്ങക്ക് അനുവാദം നൽകുന്നു. സ്തോത്രം. നീ യാക്കോബ് എന്ന മനുഷ്യൻ പറഞ്ഞു ഒതുക്കിയപ്പോൾ ദൈവം പറഞ്ഞു, നോ 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 നോ, ഇതല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യം. നീ ഇസ്രായേലാണ്. നിന്റെ പേര് കേൾക്കുമ്പോൾ ശത്രു രാജ്യങ്ങൾ നടങ്ങും, അവർ വിറയ്ക്കും. യു ആർ ഇസ്രായേൽ. പെർഫെക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ ഈ അപ്പോസ്തലിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ജീവിതങ്ങളുടെ വാതിലുകളെ ഞാൻ അങ്ങക്ക് വേണ്ടി തുറക്കുകയാണ്. മൂവ് ഇൻ ദ ലൈഫ്. അങ്ങ് ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ, ആ പണി, ആ പദ്ധതി വെളിപ്പെടട്ടെ. മക്കളിൽ വെളിപ്പെടട്ടെ, കൊച്ചുമക്കളിൽ വെളിപ്പെടട്ടെ, ജനിച്ചതിൽ വെളിപ്പെടട്ടെ, ഗർഭത്തിൽ കിടക്കുന്നതിലും വെളിപ്പെടട്ടെ. സംഭവിക്കട്ടെ. അനുഗ്രഹമാകും. കൃപയിൽ ദൈവം നടത്തും. നൽകിയ കൂട്ടായ്മയ്ക്ക് നന്ദി. ആശീർവദിക്കും. പീപ്പിൾ ഓഫ് പെർഫെക്ഷൻ. അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കട്ടെ, നടക്കട്ടെ, ശുശ്രൂഷിക്കട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. കരങ്ങളെ ഉയർത്തി ആശീർവാദം ഏറ്റെടുത്താട്. വീഴാതെ വേണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവനായി ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവന് സഭയിലും സദാകാലത്തോളം ഇന്നു മുതൽ എന്നേക്കും ശക്തിയും ബഹുമാനവും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്നും ആശ്വസിപ്പിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വിലയേറിയ ശക്തിയേറിയ സാന്നിധ്യവും കൃപയും അനുഗ്രഹവും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. രണ്ട് കരങ്ങളെ അടിച്ച് ഗോഡ് ഓഫ് പെർഫെക്ഷൻ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Come on. Perfection. പെർഫെക്റ്റ് ആയി കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പെർഫെക്റ്റ് ആകും. കമോൺ, എത്ര പേര് വിശ്വസിക്കുന്നു? പ്രയർ വേരിയേഴ്സ് മുന്നോട്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ടൂർ മീറ്റിംഗിന് വേണ്ടി പോകുന്നു. ബൈ, ഗോഡ് ബി വിത്ത് യു. സീ യു സൂൺ. അതുവരെ ദൈവം നമ്മെ കൃപയിലും അനുഗ്രഹത്തിലും നിർത്തട്ടെ. ആമേൻ.